അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. Okay, so let's start today's class. നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗിന്റെ ലാസ്റ്റ് മൊഡ്യൂൾ 10 കുറച്ച് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സസ് ഓൾറെഡി അതിൻ്റെ കഴിഞ്ഞു എന്നറിയാം. ഇനി പെൻഡിങ് ഉള്ള പോർഷൻസ് ആയിരിക്കും ഞങ്ങൾ ഇവിടെ കവർ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു അജണ്ട പറയാം നമ്മുടെ ഈ ഒരു സെഷനിൽ എന്താ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് റൂറൽ എക്കണോമി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിംഗിലെയും കുറച്ച് പോർഷൻസ് ഒരു മിസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് പോയിട്ടുള്ള ബാക്കി പോർഷൻസ് ആയിരിക്കും ഞാൻ കവർ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ഷനിലാണ്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ സിലബസ് നോക്കിയിട്ട് മേജർ ക്രോപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്, അതിന്റെ ഏരിയ, പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി ഇൻ ഇന്ത്യ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ത്രൂ ഔട്ട് ഇന്ത്യ, കേരളയുടെ ഒരു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ ക്രോപ്സ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ക്രോപ്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ആനുവൽ സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ ഡേറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. വാർഷികമായിട്ട് എത്ര ഏരിയയിൽ നമ്മൾ കൃഷി ചെയ്തു, എത്ര അതിൽ നിന്ന് പ്രൊഡക്ഷൻ അതിലെ ഓരോ ക്രോപ്പ് എത്ര നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തു, അതിന് എത്ര ഈൽഡ് കിട്ടി എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഒരു അനാലിസിസ് പോലെ നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് പോലെ തയ്യാറാക്കാറുണ്ട്. നമ്മുടെ ഒരു മിനിസ്ട്രിയുടെ കീഴിൽ ചെയ്യുന്നതാണ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മോസ്പി എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് മെയിൻ ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടുകൾ ഇറക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡേറ്റ കിട്ടും. അപ്പൊ അത് നമുക്ക് പഠിക്കണം. അപ്പൊ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ കൺസെപ്റ്റുകൾ പഠിക്കുന്നതിന് മുന്നേ നമ്മുടെ കറണ്ട് സിനാരിയോയിൽ ഇന്ത്യയിലും കേരളത്തിലും എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ സിലബസിൽ ഈ ഒരു പോയിന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആക്ച്വലി അതിന്റെ ഡേറ്റ ഞാൻ കൺസോളിഡേറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. അപ്പൊ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാം. ബാക്കി പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ച്വലി എക്കണോമിക്സിന്റെ സെക്ഷനാണ്, എക്കണോമിക്സ് ഓഫ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഈ ഒരു സെക്ഷൻ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അപ്പൊ ഇതിൽ കുറച്ച് ഈ ഒരു സെക്ഷനിൽ കുറച്ച് എക്കണോമിക്സിന്റെ പ്യുവർലി എക്കണോമിക് സൈഡിലായിട്ടുള്ള അഗ്രികൾച്ചറായിട്ട് വരുന്നില്ല, ഒരു എക്കണോമിക്സിന്റെ സൈഡിലുമുള്ള കാര്യങ്ങളും പിന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്താണ്, അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്താണ്, അങ്ങനെ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത സെഷനിൽ നമ്മൾ അടുത്തൊരു ക്ലാസ്സിലായിട്ട് ഈ ഒരു പ്രൊഡക്ഷന്റെ ഫാക്ടേഴ്സ് നമുക്ക് ഇത്രയും ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ അൺടിൽ ഈ ഒരു ക്യാപിറ്റലിന്റെ ഇതൊരു കോസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു ക്ലാസ്സിലും പിന്നെ ഫാം മാനേജ്മെന്റ് വേറൊരു ക്ലാസ്സിലും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ മേജർ ക്രോപ്സും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ന് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു എക്കണോമിക്സിന്റെ സൈഡിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വിത്തൗട്ട് എനി ഡിലേ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് എക്കണോമിക്സ് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ചെറിയൊരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു ഫസ്റ്റ് സെഷൻ റൂറൽ എക്കണോമി എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇതിന്റെ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഒരിക്കലും നിങ്ങൾ എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഈ ഒരു മണി എന്നൊരു അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എന്ന് മാത്രം ചിന്തിക്കരുത്. ഓക്കെ, എക്കണോമി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മണി അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ക്യാഷ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ അതെന്ന് പറയുന്നത് നമ്മൾ എന്താണ്, എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ പ്യുവർലി ഫിനാൻസ് റിലേറ്റഡ് അല്ല. നമ്മൾ അവിടെ നമ്മുടെ ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുറെ സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ
ആ ഒരു സൊസൈറ്റിക്കകത്ത് എന്താ നടക്കുന്നത്? കുറെ ഈ ഗുഡ്സും സർവീസസും ഉണ്ടാക്കുന്നുണ്ട്, അത് തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്ലാസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു, അത് നിങ്ങൾ എന്ത് ചെയ്യാണ്? കൺസ്യൂം ചെയ്യുവാണ്. ഇനി അത് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്താണ്? ടെക് പി എസ് സി എന്ന് പറയുന്നത് എന്താണ്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ആൻഡ് അത് ഷെയർ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ എക്സ്ചേഞ്ച് നടക്കുന്ന ആരുടെ ഇടയിലാണ്? നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനും സ്റ്റുഡൻസും തമ്മിൽ. അപ്പൊ നിങ്ങൾ അവിടെ എന്താണ്? കൺസ്യൂമേഴ്സ് ആണ്, നമ്മൾ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ഇതിപ്പം ഏത് കാറ്റഗറിയിൽ വരും? നമ്മുടെ സർവീസസ് കാറ്റഗറിയിൽ വരും. ജനറലി ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്നും ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന ഗുഡ്സ് ആണെങ്കിൽ പോലും, ഇപ്പം ഫുഡ് മുതല് ക്ലോത്തിങ് എന്ത്, ഇതെല്ലാം എന്താണ്? നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു, വിൽക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇതിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള, ഇതിനെ എന്ത് ചെയ്യുന്നു? കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ എന്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? പറയുന്നത് ഒരു മണി റിലേറ്റഡ് ടേംസിലാണെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഒരു എക്കണോമി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആ സിസ്റ്റത്തിനകത്ത് എന്താ സംഭവിക്കുന്നത്? കുറെ ഗുഡ്സും സർവീസസും എന്ത് ചെയ്യുന്നു? മനുഷ്യൻ ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, ഷെയർ ചെയ്യുന്നു. അതിന്റെ ഒരു സ്റ്റഡി, അത് തന്നെയാണ് എന്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്കണോമിക്സ് നോക്കുമ്പോൾ നിങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നൊരു ടേം ആയിരിക്കണം നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യമേ വരേണ്ടത്. എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലാതെ ഫൈനാൻസസ് എന്നോ അല്ലെങ്കിൽ മണി എന്നോ ഓർമ്മ വരരുത്. അപ്പൊ ഇവിടെ എക്കണോമിക്സിൽ വേറൊരു ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് സ്കേഴ്സ് റിസോഴ്സസ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു A to Z വരുന്ന എല്ലാ പ്രോഡക്ട്സും നമുക്ക് എക്കണോമിക്സിനകത്ത് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇവിടെ ഫോക്കസ് വരുന്നത് നമ്മുടെ എക്കണോമി എന്നൊരു അതിന്റെ ഒരു ബെറ്റർമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്കണോമിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ, ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, അപ്പൊ അവർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ടിൽ എക്സാം ഡേറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാം എന്താ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതല്ലേ. അപ്പൊ അവിടെ അങ്ങനെ ഒരു സിനാരിയോയിൽ, അതായത് നമ്മൾ നമ്മുടെ ലൈഫ് ബെറ്റർ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാണ്, അങ്ങനത്തെ ഒരു സിനാരിയോയിൽ എന്താണ് നമുക്ക് സ്കേഴ്സ് ആയിട്ട് റിസോഴ്സ് ഉണ്ട്. അതായത് ചില സാധനങ്ങൾ നമുക്ക് ഒത്തിരി അബണ്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിലുണ്ട്. അതായത് ഇപ്പം നമുക്ക് വെള്ളം, വായു, ഇതൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് ഒത്തിരി കിട്ടുന്നുണ്ട്. പക്ഷെ സ്കേഴ്സ് ആയിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, ചില മിനറൽസ്, ഗോൾഡ്, അതൊക്കെ ലിമിറ്റഡ് ആണ്, കുറച്ചുകൂടെ സ്കേഴ്സ് റെയർ ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനത്തെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു എക്കണോമി ബെറ്റർ ആക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിന് വെറുതെ ആൾക്കാർക്കൊരു വാല്യൂ ഉണ്ടാവില്ല അതിന്. അത് മണിയുടെ ടേംസിലാണെങ്കിലും യൂസേജിന്റെ ടേംസിലാണെങ്കിലും ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, ആ ഒരു പ്രൊഡക്റ്റിനോടോ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിനോടോ ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സ്കാഴ്സ് റിസോഴ്സസിന് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫോക്കസ് കൊടുക്കുന്നുണ്ട്, അഡീഷണൽ ഫോക്കസ് നമ്മുടെ സ്കാഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള റിസോഴ്സസിന് നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. അവിടെയും നമ്മൾ എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കാൻ, നമ്മുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനും ഹ്യൂമൻ വെൽഫെയറിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ ഈ ഒരു സ്കാഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിനും ഫോക്കസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ജ്വല്ലറീസ് ഒന്നും എന്തെല്ലാം ഉണ്ടാവില്ല. ഇപ്പൊ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമല്ല അല്ലെ, അതിനൊരു റെയറിറ്റി ഫാക്ടർ ഉണ്ട് അതിന്. അപ്പൊ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതും എന്തിനാണ്? ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ വാങ്ങുന്നു, വിൽക്കുന്നു. അത് ഇപ്പം നമ്മൾ എന്താണ് ഒരു ലക്ഷറി ടേംസിൽ മേടിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും ആൾക്കാർക്ക് ആവശ്യമുള്ളപ്പം പണയം വെക്കാം, വിൽക്കാം, ഒരു വാല്യൂ തരുന്നുണ്ട് അല്ലെ, ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ നമ്മൾ സാധാരണ റിസോഴ്സസിനെയും നമ്മൾ ഇവിടെ എക്കണോമിയിൽ കൺസിഡർ ചെയ്യും. പക്ഷെ ഒരു അഡീഷണൽ ഫോക്കസ് ഈ ഇതുപോലത്തെ സ്കാഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ എക്കണോമിക്സിന്റെ ആ ഒരു സെൻട്രൽ തീം എന്ന് പറഞ്ഞ ഒരു സ്കാഴ്സിറ്റി അല്ലെങ്കിൽ ഈ ഒരു റെയറിറ്റിയെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അതായത് ഒരു സുലഭമായിട്ട് കിട്ടാത്ത സാധനങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവിടെ. ഓക്കെ,
പിന്നെ ഇവിടെ നമുക്ക് എക്കണോമിക്സ് നിങ്ങൾ കേട്ട് ഈ പോയിന്റ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എക്കണോമിക്സിന് ആക്ച്വലി നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം. മൈക്രോ എക്കണോമിക്സ് എന്നും രണ്ടാമത്തേത് മാക്രോ എക്കണോമിക്സ് എന്നും. അപ്പൊ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഇൻഡിവിജ്വൽ ലെവലിലാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. എന്താണ് ഈ മൈക്രോ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡിവിജ്വൽ എന്ന് നിങ്ങൾ ഓർക്കുക. അതായത് ഇപ്പൊ ഒരു പേഴ്സണൽ ലെവലിൽ ഒരു ഫൈനാൻസിങ്, അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഞാൻ ആസ് എ പേഴ്സൺ എനിക്ക് ഇത്ര വരുമാനമുണ്ട്, ഞാൻ ഇത്ര സാധനങ്ങൾ മേടിക്കുന്നു, ഇത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണൽ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എക്കണോമിക്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് വിളിക്കും. അപ്പൊ ഇതിനൊന്ന് സ്കെയിലപ്പ് ചെയ്ത് ഇതിനൊന്ന് നമ്മൾ വലുതാക്കി ഒരു കൺട്രി ലെവലിൽ ഒരു വലിയൊരു റീജിയനെ കവർ ചെയ്യുന്ന രീതിക്ക് നമ്മൾ കൺട്രി വൈഡ് ആയിട്ടെന്ന് വേണമെങ്കിൽ എഴുതാം. കൺട്രി വൈഡ് അല്ലെങ്കിൽ അക്രോസ് ദ കൺട്രി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിന് ഒരു മാക്രോ എക്കണോമിക്സ് ലെവൽ. മാക്രോ എന്ന് പറയുമ്പോൾ വലുത്, മൈക്രോ എന്ന് പറയുമ്പോൾ ചെറുത്. ആ ഒരു കൺസെപ്റ്റിൽ ഓർത്താൽ മതി. നമ്മളൊരു നാഷന്റെ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മാക്രോ എക്കണോമിക്സും, എക്കണോമിക്സിന് ഒരു ആളുടെ, ഒരു മനുഷ്യന്റെ, ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ലെവലിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സ് ആവുന്നു. അപ്പൊ ഈ എക്കണോമിക്സ് നിന്ന് രണ്ട് രീതിയിലും കവർ ചെയ്യുന്നു, ഇൻഡിവിജ്വൽ ഡെസിഷൻസും പിന്നെ അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്, അതായത് നാഷണൽ ലെവലിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിനെ കവർ ചെയ്യുന്നുണ്ട്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഈ ഒരു എന്താ നമ്മൾ പറഞ്ഞില്ലേ, പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ, ഇത് ഒരു പേഴ്സണൽ ലെവലിലും നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലും നോക്കാം. അപ്പൊ ഇതാണ് ഒരു ബേസിക് ഐഡിയ എക്കണോമിക്സിനെ കുറിച്ച്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓർക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പം നമ്മൾ പൊതുവെ ഉള്ള ഒരു ജനറൽ എക്സാംസിനൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിവിടെ എക്കണോമിക്സിൽ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം. ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത്, ഓർക്കേണ്ടത് എപ്പോഴും എന്താണ്, ആക്ച്വലി അതിന്റെ സ്പ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. അതായത് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്ലിറ്റ് വരുന്നുണ്ട്. അപ്പൊ ആ സ്പ്ലിറ്റിൽ നമ്മൾ ഡിഫറെന്റ് ഫാദേഴ്സ് എന്ന രീതിക്ക് പറയാറുണ്ട് കേട്ടോ. നമ്മള് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നും, അല്ലെങ്കിൽ ജനറലി ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പേരാണ് ആഡം സ്മിത്ത്. ഈ ആഡം സ്മിത്തിന്റെ പേര് തന്നെയാണ് നിങ്ങൾ ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് ചോദിച്ചാലും പറയേണ്ടത്, ആഡം സ്മിത്ത്. ഈ മാക്രോ എക്കണോമിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു പേരാണ് ജോൺ മെയ്നാർഡ് കെയ്നസ് എന്ന് പറയും. നിങ്ങൾ ജോൺ കെയ്നസ് എന്ന് ഓർത്താൽ മതി, ജോൺ കെയ്നസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുക. കാരണം നമുക്ക് ഇവിടെ എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത് MCQ ലെവലിൽ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്, രണ്ട് മേജർ ഫാക്ടേഴ്സ്. അതായത് നമ്മളിപ്പോ എക്കണോമി എന്താണെന്ന്, അല്ലെങ്കിൽ എക്കണോമിക്സ് എന്താണെന്ന് ഒരു ഐഡിയ ഇട്ടില്ല, നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒരു സർക്കുലേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെ എന്തൊരു സിസ്റ്റം ഉണ്ടെങ്കിലും അവിടെ എന്താണ് ഒരു പ്രശ്നവും കാണും അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രോസ് ആൻഡ് കോൺസ് എന്തായാലും കാണും, പോസിറ്റീവും നെഗറ്റീവും കാണും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് എക്കണോമിയുടെ റിലേറ്റഡ് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവിടെ പ്രോബ്ലം ആയിട്ട് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് അൺലിമിറ്റഡ് ഹ്യൂമൻ ബോണ്ട്സ്. അപ്പൊ നമുക്ക് മനുഷ്യർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾ എപ്പോഴും ഉണ്ട് അല്ലെ. നമുക്ക് അത് വേണം, ഇത് വേണം, ഇങ്ങനെ കുറെ വസ്തുക്കൾ വേണം, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ. അപ്പൊ അതിനൊക്കെ നമ്മൾ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ആവശ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അതുള്ളിടത്തോളം കാലം എന്തുണ്ട്, ചിലപ്പോ ഈ ഒത്തിരി ആൾക്കാർക്ക് കുറെ വസ്തുക്കൾ, ഇങ്ങനെ സാധനങ്ങൾ, എനി ഐറ്റം എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിക്കുന്നതിന്റെ ഒരു, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടും ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു മെന്റൽ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ വാണ്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അതൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ആ വാണ്ട്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ അത്രയും റിസോഴ്സസിന് എന്ത് ചെയ്യും, എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അത് ചില സമയങ്ങളിൽ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. കാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരത്തില്ല. അപ്പോൾ റിസോഴ്സസിനെ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ സ്കേഴ്സിറ്റി ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം എത്രയൊക്കെ പോയാലും നമ്മുടെ എർത്തില് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു അളവിലേ ഉള്ളൂ. അത് എത്രയൊക്കെ റീജനറേറ്റ് ആയി വന്നാലും ഒരു ലിമിറ്റ് ഉണ്ട് അതിന്. അപ്പൊ അവിടെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ വാണ്ട്സ് ഉണ്ട്. അപ്പൊ അത് ബാലൻസ് ചെയ്ത് പോകാൻ പ്രോബ്ലം ആയിട്ട് പലപ്പോഴും നമുക്ക് വരാറുണ്ട്. ഓക്കെ, സോ അതാണ് നമുക്ക് എക്കണോമിക്സിന്റെ ടേംസിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടെ ജസ്റ്റ് ഒരു ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ വോൺസും സാറ്റിസ്ഫാക്ഷൻ എഫർട്ട്, അതായത് നമുക്ക് മനുഷ്യന് ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ആവശ്യം നിറവേറാനായിട്ട് നമ്മൾ എഫേർട്സ് എടുക്കും. ആ എഫേർട്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു സാധനം മേടിക്കും, ചിലപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. ആ ഒരു കാര്യമാണ് നമ്മൾ നടത്തുന്നത്. ആ എഫേർട്ട് നടത്തി കഴിയുമ്പോൾ നമുക്ക് എന്താ, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ നമുക്ക് ഒരു കാര്യം സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കടുത്ത് വീണ്ടും വേറെ എന്തെങ്കിലും വേണമെന്ന് തോന്നും അല്ലെ. ചിലപ്പോൾ ആ സെയിം സാധനം ആയിരിക്കില്ല, വീണ്ടും വേറെ എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് വരും. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അതിനുവേണ്ടി എഫേർട്ട് എടുക്കും. അപ്പൊ ഇതൊരു അൺലിമിറ്റഡ് ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന സയൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സെന്റേഴ്സ് ഓൺ വാണ്ട്, എഫേർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് എക്കണോമിക്സിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഇപ്പൊ ഇവിടെ എക്കണോമിക്സ് സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ് ആണ്. ഇവിടെ നമുക്ക് 4 ഡെഫിനിഷൻസ് ഉണ്ട്. ഈ 4 ഡെഫിനിഷൻസും എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ആരാണ് തന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ മനസ്സിലാക്കേണ്ടത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് അത്രയും മാത്രമേ ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൂ. ഇതിൽ ഫസ്റ്റ് ഞാൻ ഡെഫിനിഷൻസ് ഏതൊക്കെയെന്ന് പറയാം. ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, വെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ ഉണ്ട്, പിന്നെ വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ, പിന്നെ സ്കാഴ്സിറ്റി, പിന്നെ ഗ്രോത്ത്. ഇങ്ങനെ 4 ഡെഫിനിഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, വെൽത്ത്, വെൽഫെയർ, സ്കാഴ്സിറ്റി, ഗ്രോത്ത്, 4 ഡെഫിനിഷൻസ് നമുക്കുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്നത് വെൽത്ത് ഡെഫിനിഷൻ. അത് കൊണ്ടുവന്നത് ആഡം സ്മിത്ത് ആണ് 1776. ഇയറിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നിങ്ങൾ പേര് മാത്രം ഓർത്താൽ മതി. കാരണം നമ്മുടെ എക്സാം അഗ്രികൾച്ചർ റിലേറ്റഡ് ആണ്. അപ്പൊ അവിടുത്തെ വർഷങ്ങളൊന്നും നമുക്ക് അത്ര സ്പെസിഫിക് ആയിട്ട് നോക്കണമെന്ന് ഇല്ല. ഈ എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂല് നോക്കണ്ട, നിങ്ങൾ പേരും ഡെഫിനിഷനും മാത്രം നോക്കിയാൽ മതി. 1776 ആഡം സ്മിത്ത് കൊണ്ടുവന്ന ഡെഫിനിഷനാണ് ഈ ഇതെന്ന് പറഞ്ഞ വെൽത്ത് ഡെഫിനിഷൻ. ഓക്കെ, എന്നാലും നിങ്ങൾ നോട്ട് ചെയ്തേക്കുക, കാരണം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ബട്ട് ഇറ്റ് ഈസ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്തത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സ് ഇൻ ടേംസ് ഓഫ് വെൽത്ത്. നമ്മൾ എപ്പോഴും എന്താണ് ഇപ്പം അതൊരു നാഷണൽ ലെവലിലാണെങ്കിലും ഒരു ആളുടെ ലെവലിൽ നോക്കിയാലും നമുക്ക് എന്താണ്, അത് എത്ര വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് കൊടുക്കുന്നത്. ക്രിയേറ്റ് വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വെൽത്തിന്റെ ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്കണോമിക്സിനെ പറയുന്നത്. ഇവിടെ ആ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വൽസ് ആക്ട് ഇൻ ദർ സെൽഫ് ഇൻട്രസ്റ്റ് ഗൈഡഡ് ബൈ എൻ ഇൻവിസിബിൾ ഹാൻഡ് ടു പ്രൊമോട്ട് സൊസൈറ്റൽ വെൽഫെയർ അൺഇന്റൻഷനലി. അതായത് നമുക്കിപ്പം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന, നമുക്കിപ്പോ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് എന്താണ് കുറെ ആഗ്രഹങ്ങളാണ് അല്ലെ, നമുക്ക് സ്വന്തമായിട്ടുള്ള കുറെ ഇൻട്രസ്റ്റ് ആണ്. അതവിടെ പറഞ്ഞിട്ടില്ല. മനുഷ്യർ എന്താണ്, അതേ ആക്ട് ഇൻ ദർ സെൽഫ് ഇൻട്രസ്റ്റ്, അവരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങൾ പ്രകാരം ആൾക്കാർ എന്ത് ചെയ്യുന്നു, പെരുമാറുന്നു. അത് കാരണം എന്ത് ചെയ്യുന്നു, അവർ പലതും അവർക്ക് വാങ്ങണം എന്നൊരു ടെൻഡൻസി ഉണ്ടാവും. ബൈയിങ് ടെൻഡൻസി എപ്പോഴും അവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നത് വേണം എന്നൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുവാണ്, ഇവരറിയാതെ എന്ത് ചെയ്യുന്നു, ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫുഡ് കഴിക്കാൻ തോന്നുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഓൺലൈനിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്നു, മേടിക്കുന്നു. അപ്പൊ അവിടെ എന്താ, ഞാൻ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് കാശ് പോയി, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പൊ അവിടെ എന്താണ്, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ മതിയായിരുന്നു, എനിക്കത് കിട്ടി. പക്ഷെ അതിന്റെ ബാക്ക് എൻഡിൽ എന്തൊക്കെയാണ്, നമുക്കൊരു ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഡെലിവറി ബോയ് പിക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, അവിടെ കുക്ക് ചെയ്യുന്ന ഷെഫുകളുണ്ട്. അപ്പൊ ഇത് നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്യുന്നത് കൊണ്ട് അവിടെ കുറെ വെൽത്ത് ജനറേറ്റ് ആവുന്നുണ്ട്. അതായത് അത് ഡെലിവറി ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഫുഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് അറിയുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻവിസിബിൾ ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യുവാണ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതാണ്, നമ്മൾ അറിയുന്നില്ല അവിടെ നമ്മൾ എന്താണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത്, നമ്മുടെ കയ്യിലുള്ള കാശ് പോയി എന്നേ തോന്നത്തുള്ളൂ. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നു. പക്ഷെ ഒരു ഇൻവിസിബിൾ രീതിയിൽ അവിടെ എന്ത് ജനറേറ്റ് ആവുന്നുണ്ട്, വെൽത്ത് ജനറേറ്റ് ആവുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ ടേൺ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൊസൈറ്റൽ വെൽഫെയർ, അത് മറ്റു ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വെൽഫെയറിന്, അതായത് അവരുടെ ഇൻകത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു വെൽത്ത് ജനറേറ്റ് ആവുന്നതിലൂടെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നു, അവർക്കൊരു വെൽഫെയർ ആയിട്ട് ഭവിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെൽത്തിന്റെ ബേസിസിലുള്ള ഒരു എക്കണോമിയുടെ ഡെഫിനിഷൻ. അപ്പൊ ഇവിടെ നമ്മളെ സെയിം പ്രോസസ് ആണ്, ഗുഡ്സും സർവീസസും നമ്മൾ ആ ഫസ്റ്റ് ഇതിൽ പറഞ്ഞു തന്നെയാണ്. ഈ പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അത് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെൽത്തിന്റെ ടേംസിൽ പറയുന്നു. ഇനി ഇവിടെ ഒരു ക്രിറ്റിസിസം, ഈ ഒരു ഡെഫിനേഷൻ കൊണ്ടുവന്നപ്പോൾ മെയിൻ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഹ്യൂമൻസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചെക്ക് ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ ഏതൊരു
പ്രൊഡക്റ്റോ ആകാം, എന്തൊരു സബ്സ്റ്റൻസോ മേടിക്കാം, വാങ്ങാം എല്ലാം. പക്ഷെ ആ പ്രൊഡക്റ്റ് ആക്ച്വലി ആ സിസ്റ്റത്തിൽ നമുക്ക് നല്ല രീതിയിലാണോ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒന്നും നോക്കുന്നില്ല. അതായത് ഇപ്പം ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ ന്യൂട്രീഷനും ഹെൽത്തും നോക്കി ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. നമുക്ക് അത് അറിഞ്ഞു വെച്ചിട്ടും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ട്, അത് അവരെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഫുള്ളി അവിടെ ഹ്യൂമൻ വെൽഫെയറിനെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നു എന്നൊരു രീതിയിൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഈ ഒരു എക്കണോമിക്സിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു ഡെഫിനിഷൻ ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിരുന്നതാണ്, ആൻ ഇൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നിട്ട്. പൊതുവെ ഇത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പേരിലാണ് ഈ ബുക്ക് അറിയപ്പെടുന്നത്. ഇത് എഴുതിയത് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് വെൽഫെയർ ഡെഫിനിഷൻ. സോ വെൽത്ത് ഡെഫിനിഷൻ കഴിഞ്ഞു, അടുത്ത വെൽഫെയർ ഡെഫിനിഷൻ. വെൽഫെയർ ഡെഫിനിഷൻ എന്ന് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷൽ ആണ് ഇൻ 1890. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ആസ് എ സ്റ്റഡി ഓഫ് മാൻ കൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, ഡീലിംഗ് വിത്ത് ആക്ഷൻസ് ദാറ്റ് പ്രൊമോട്ട് മെറ്റീരിയൽ വെൽഫെയർ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്തത്, നമ്മുടെ ഒരു ഹ്യൂമൻ ലൈഫിൽ നമുക്ക് മനുഷ്യന്റെ ഒരു വെൽഫെയറിന് വേണ്ടിട്ട് മനുഷ്യനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൊണ്ടുവന്ന ഒരു ഡെഫിനിഷനാണ് ഈ ഒരു വെൽഫെയർ ഡെഫിനിഷൻ. അതായത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇവിടെ നോക്കാം. അപ്പൊ അക്കോർഡിംഗ് ടു മാർഷൽ, എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് എക്കണോമിക് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കും ബെനിഫിറ്റ് ചെയ്യണം, എക്കണോമിക്കലി ബെനിഫിറ്റ് ചെയ്യണം. പക്ഷെ അതേസമയം അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കണം. അതായത് അവരെ ഹാം ചെയ്യുന്ന രീതിയിലുള്ളൊരു ബെനിഫിറ്റ് ആവാൻ പാടില്ല. അവിടെ അവർക്ക് ഒരു എക്കണോമിക്സ് എന്ന് പറയുന്നത്, എക്കണോമി എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു മണി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുകയും വേണം. എന്നാൽ എന്ത് ചെയ്യണം, മണി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുകയും വേണം. അവർക്കൊരു മെന്റൽ അല്ലെങ്കിൽ അവർക്ക് അത് നല്ല ഇമ്പാക്ട് ആയിരിക്കണം കൊണ്ടുവരുന്നത്. ഒരു ഹ്യൂമൻ വെൽഫെയർ, അതായത് ഹ്യൂമൻ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹ്യൂമന്റെ ഒരു ലൈഫ് സ്റ്റൈലിന് ബെറ്റർമെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബെറ്റർ ആക്കുന്ന രീതിയിലും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ലാഭം മാത്രം ഉണ്ടാക്കുകയല്ല, അവർക്ക് കുറച്ചുകൂടെ എന്താണ് അവരുടെ സർവീസസിനും കൂടെ. ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, സോ വെൽഫെയർ ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഒരു എക്കണോമിക് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്, നമ്മുടെ മനുഷ്യരുടെ ആ ഒരു ലൈഫില് നമ്മൾ എന്താണ് സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നു. പക്ഷെ അവിടെ എന്താണ് ആ ഒരു മനുഷ്യന് ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുക, അലോങ് വിത്ത് അവരുടെ ലൈഫിൽ ഒരു നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരിക. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ വെൽഫെയർ എന്നൊരു രീതിയിൽ നോക്കുക. എക്കണോമിക് വെൽഫെയർ നോക്കുന്നുണ്ട്, ഒരു മോറൽ വെൽഫെയറും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ വേറെ കാര്യം പറയുന്നത് വെച്ചാൽ economic studies both individual and social actions aimed at promoting economic welfare of people. അതായത് പിന്നെ ഇവിടെ ഒരു ടേം മെറ്റീരിയൽ ആൻഡ് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള തിങ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു വെൽഫെയർ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമ്മളെല്ലാം ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പം നമുക്കൊരു വെൽഫെയർ, ഇപ്പൊ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്, നമുക്ക് 3 നേരത്തെ ആഹാരം, പിന്നെ ഒരു ഷെൽട്ടർ, അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നല്ലൊരു രീതിയിലുള്ള ഒരു ആവശ്യമാണ്. നമുക്ക് ആക്ച്വലി അത് നീഡ്സ് ആണ്. അത് നമ്മൾ കൺസ്യൂം, അത് നമ്മൾ മേടിക്കുന്നതിലൂടെ നമുക്ക് ഹെൽപ്പാണ് അല്ലെ, അത് നമുക്ക് നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ ഒരു നമ്മളൊരു കൺസംഷനിലൂടെ നമുക്കിപ്പം വേറെ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റും കൂടെ കിട്ടുവാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് വെൽഫെയറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് പ്രോഡക്റ്റ്, ഒരു മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമല്ല, ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് നമുക്കിപ്പം ആവശ്യാനുസരണം നമ്മളിപ്പോ റൈസ് കൺസ്യൂം ചെയ്യുന്നു, ഫുഡ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ
കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇമ്മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ സ്കിൽസ്, നമുക്ക് എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പിന്നെ എന്ത് ചെയ്യാം, അത് മോണിറ്റൈസ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാന്നുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആ ഒരു എല്ലാം അൾട്ടിമേറ്റ്ലി വന്നിട്ട് എത്തുന്നത് എവിടെയാണ്, എക്കണോമിക് ആയിട്ട് നിങ്ങൾക്ക് മണി ബേസ്ഡ് ആയിട്ട് എന്ത് ഇംപ്രൂവ്മെന്റ് ലൈഫിൽ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് എന്തിലൂടെ നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളിലൂടെയും കിട്ടാം, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളിലൂടെയും കിട്ടാം. അൾട്ടിമേറ്റ്ലി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഒരു വെൽഫെയർ ഉണ്ടാകണം. അത്രയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ബേസ്ഡ്, ഇപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ എന്താണ് ഒരു പ്രൊഡക്ഷൻ, ഒരു വസ്തുവിനെ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ഒരു വസ്തുവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മാത്രമല്ല, നമ്മൾ ആ പ്രോഡക്റ്റിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്താണ് ബെറ്റർമെന്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ നല്ലൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ഇമ്പാക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പം നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് ലൈഫിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സർവീസസിനാണ്, നമ്മൾ എക്കണോമിക്സിൽ എപ്പോഴും പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പറയുന്നുണ്ട് അല്ലെ, ഗുഡ്സും സർവീസസും. പക്ഷെ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ സർവീസസിനാണ് കൂടുതലായിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പൊ ഞാനിപ്പോ പഠിപ്പിക്കുന്നു, അപ്പൊ എനിക്കിതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, എനിക്ക് അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കൂടെ തന്നെ പഠിക്കുന്ന നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണ് അത് ഒരു നമുക്ക് മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല, ഇത്ര അളവിന് കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമ്മൾ കടയിൽ ചെന്ന് 1 കിലോ സാധനം മേടിക്കുന്ന പോലെയല്ല ഞാനിപ്പോ ഇത്ര അളവിന് പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് നമുക്ക് ഇങ്ങനെ ക്വാണ്ടിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്, അത് എക്കണോമിക്കലി നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പഠിച്ച ജോലി മേടിക്കും, പിന്നീട് നിങ്ങൾക്ക് നിങ്ങളതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ചെയ്യുന്നതാണ്. അപ്പൊ അത് 2 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ എനിക്കും നിങ്ങൾക്കും എന്താണ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് എക്കണോമിക് ടേംസിൽ മാത്രമല്ല നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, അതിലപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. ആ അഡീഷണൽ ബെനിഫിറ്റ്, ആ ഒരു മോറൽ ബെനിഫിറ്റ്, അതിനെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഈ വെൽഫെയറിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിന് കൂടുതൽ നോക്കുന്നു, ലൈക് സർവീസസ് ആൻഡ് ഫെയിൽസ് ടു ഡിഫൈൻ വെൽഫെയർ ക്ലിയർലി. ഇപ്പം ഇവിടെ വെൽഫെയർ എന്ന ആ ഒരു ടേമിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നൊരു ക്രിറ്റിസിസം ഇതിന് വരുന്നുണ്ട്. ബട്ട് സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊമോട്ട്സ് വെൽഫെയർ, ആ ഒരു വെൽഫെയറിനെ മാത്രം കൺസിഡർ, ആ വെൽഫെയർ എന്ന ടേം പക്ഷെ ഇവിടെ ക്ലിയർ അല്ല. ആൽഫ്രഡ് മാർഷലിന്റെ ആ ഒരു വെൽഫെയർ എന്ന ടേം ക്ലിയർ അല്ല. ഇപ്പം ഇവിടെ പറയുന്നത് ദാറ്റ് എന്താണ് ഡീലിംഗ് വിത്ത് ആക്ഷൻസ് ദാറ്റ് പ്രൊമോട്ട് മെറ്റീരിയൽ വെൽഫെയർ, മെറ്റീരിയൽ ആയിട്ടുള്ള വെൽഫെയർ. അതായത് നമുക്കിപ്പോ വസ്തുക്കൾ, ഇപ്പൊ ആസെറ്റ്സ്, നമ്മളിപ്പോ ഒരു വസ്തു വാങ്ങി അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങി വെച്ചു, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ഒരു സൈഡിൽ നോക്കുമ്പോൾ വെൽഫെയറിൽ ആൽഫ്രഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനല്ല ഇമ്പോർട്ടൻസ്, നമ്മൾ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള സാധനത്തിനാണ് ഇമ്പോർട്ടൻസ്. അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് ഇവിടെ ആൽഫ്രഡ് കൊടുക്കുന്നത്. ചില സമയങ്ങളിൽ പറയുന്നത് ഗുഡ്സിന് ഇമ്പോർട്ടൻസ് ആണ്, ചില സമയത്ത് പറയുന്നു സർവീസസിനാണ് ഇമ്പോർട്ടൻസ്. അതാണ് അവിടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ വെൽഫെയർ എന്നൊരു ടേമിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡെഫിനേഷൻ കൊടുക്കുന്നത്. പക്ഷെ ആ വെൽഫെയർ എന്ന ടേം എന്തില്ല, വ്യക്തമായിട്ട് മാർഷൽ പറഞ്ഞിട്ടില്ല. സോ ഇതും എന്തല്ല, നമ്മൾ ഇപ്പൊ ഇവിടെ വെൽത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് വെൽത്തും അപ്പുറം നമുക്കൊരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വെൽഫെയറും കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഡെഫിനേഷൻ എന്ത് ചെയ്യില്ല, ഒരു കംപ്ലീറ്റ് സെൻസിൽ വന്നിട്ടില്ല. അങ്ങനെയാണ് അടുത്ത ഡെഫിനിഷൻ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. സ്കാഴ്സിറ്റി ഡെഫിനിഷൻ 1932 എന്ത് ചെയ്യുന്നത്, ലയണൽ റോബിൻസ് അടുത്തൊരു ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ എക്കണോമിക്സിന് എന്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ റിലേഷൻ ടു സ്കാഴ്സ് റിസോഴ്സസ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലേ, സ്കാഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യുന്നല്ലേ. അപ്പൊ ആ സ്കാഴ്സിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് മനുഷ്യന് ഈ ഒരു വസ്തുക്കളോടുള്ള ഈ ഇവിടെ എൻസ് ആൻഡ് മീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻസ് ആൻഡ് മീൻസിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വാണ്ട്സ് ആണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ് അല്ലെ, നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പം വിശപ്പുണ്ട്. അപ്പൊ വിശപ്പുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കും അല്ലെ, ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളാണ്, അരിയും സാധനവും പല വ്യഞ്ജനങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് റിസോഴ്സസ് അതിന് വേണ്ടി വരും അല്ലെ. അപ്പൊ ഇതാണ് ഒരു റിലേഷൻഷിപ്പ്. നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നത് തന്നെ ഇതിലാണ്, വാണ്ട്സിലും റിസോഴ്സസിലാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്, തങ്ങി നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു നമ്മൾ ഇങ്ങനെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില വസ്തുക്കൾ എന്താണ്, നമുക്ക് ഇല്ലാത്ത സാധനങ്ങൾ, അതല്ലെങ്കിൽ അളവിൽ കുറവ് നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്ക് എന്തുണ്ട്, ആവശ്യമുണ്ട് അല്ലെ. ഞാൻ നേരത്തെ ഗോൾഡിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഗോൾഡ് മാത്രമല്ല, നമ്മളിപ്പം ഫുഡ് എടുത്താൽ പോലും തന്നെ നമ്മൾ നല്ലൊരു അളവിന് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊഡക്ഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറവായിരിക്കും, പോപ്പുലേഷൻ ബേസ് ചെയ്ത്. അപ്പൊ അവിടെ ഒരു സ്കാഴ്സിറ്റി ഉണ്ട്. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക്
ആ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ഒരു ലിമിറ്റ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഹ്യൂമൻ ബിഹേവിയർ, നമ്മൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ റിസോഴ്സസിനോട് നമ്മൾ കാണിക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ട്, നമുക്കത് വേണം എന്നുള്ള ഒരു ആ ബിഹേവിയർ, അതിന്റെ സ്റ്റഡിയെയാണ് എന്താ എക്കണോമിക്സ് എന്നാണ് ലയണൽ പറഞ്ഞത്. ഓക്കെ, ഈ സ്കാർസിറ്റി ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിസോഴ്സസിനെയാണ്. നമ്മൾ റിസോഴ്സസ് ഇപ്പം നമുക്ക് എന്നും കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ വില അറിയത്തില്ല. പക്ഷെ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ അത് ലിമിറ്റഡ് ആണ്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ റൈസ് പ്രൊഡക്ഷൻ നിർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? തനിയെ അതെന്തായാലും ഉണ്ടായി വരത്തില്ലല്ലോ. അപ്പൊ നമ്മളൊരു ലിമിറ്റഡ് എമൗണ്ടിലാണ് അത് ആക്ച്വലി എല്ലാം എന്ത് ചെയ്യുന്നത്, എല്ലാ റിസോഴ്സസും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആ സ്കാർസിറ്റി ബേസ് ചെയ്തിട്ടാണ് ലയണൽ റോബിൻസ് എന്ത് ചെയ്തത്, ഡെഫിനിഷൻ കൊണ്ടു. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സസിനെ വെച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആയിരുന്നു സ്കാർസിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ്, എക്കണോമിക്സ് ഇസ് ദ സയൻസ് ഓഫ് ചോയ്സ് അലോക്കേറ്റിംഗ് സ്കാർസ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ്. മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തന്നെ അൺലിമിറ്റഡ് ആണ്, പക്ഷെ ചോയ്സ് ഇത് നമ്മുടെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ്. അപ്പൊ അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നതെന്നാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്. അപ്പൊ ഇവിടത്തെ ഒരു ക്രിറ്റിസിസം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ഗുഡ്സിനെ എന്ത് ചെയ്യുന്നില്ല, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നില്ല ബിറ്റ്വീൻ ഗുഡ്സ് ദാറ്റ് പ്രൊമോട്ട് വെൽഫെയർ ആൻഡ് ദോസ് ദാറ്റ് ഡു നോട്ട്. അപ്പൊ നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ചിലത് നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ വെൽഫെയറിന്, നമ്മുടെ മനുഷ്യന്റെ ആ ഒരു ജീവിതത്തിൽ ലൈഫ് സ്റ്റൈലിനെ ബെറ്റർ ആക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിനെ പൊതുവെ ബെറ്റർ ആക്കുന്ന ഒരു വസ്തുവും കാണും, ചിലപ്പോൾ അല്ലാത്തതും കാണും. അപ്പൊ അവർ തമ്മിൽ ഒരു വ്യത്യാസം ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ആൽക്കഹോളും റൈസും. നമുക്ക് റൈസ് എന്ന് പറയുന്നത് എന്താണ്, ഡെയിലി ഫുഡായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. പക്ഷെ ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണ്, അല്ല, അത് നമുക്ക് അത് ഒരു രീതിയിലും നല്ല രീതിയിൽ ഇമ്പാക്ട് തരുന്ന ഒരു സാധനവും അല്ല ആൽക്കഹോൾ എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തിനും ബുദ്ധിമുട്ടാണ്. അത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒത്തിരി ഇപ്പം വീടുകളിലൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ആവാറുണ്ട്, അല്ലെ, അത് കൺസ്യൂം ചെയ്യുന്നതിലൂടെ. അപ്പോ അങ്ങനെ എന്താണ്, ഒരു ബെനിഫിറ്റ് തരാത്ത പ്രൊഡക്ട്സും ഉണ്ട്, ബെനിഫിറ്റ് തരുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ അത് തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, ഹ്യൂമന്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞൊരു റിലേഷൻഷിപ്പ് വെക്കുന്നുള്ളൂ. പക്ഷെ ആ റിസോഴ്സസിൽ നല്ലതും ചീത്തയും ഉണ്ടെന്നുള്ള രീതിക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടില്ല എന്നൊരു ക്രിറ്റിസിസം ഈ ഒരു ഡെഫിനിഷന് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അടുത്തൊരു ബെറ്റർ ഡെഫിനിഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയാണ് എക്കണോമിക്സിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞ ഗ്രോത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊണ്ടുവന്നത് പോൾ സാമുവൽസൺ ആണ്. ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റി ചൂസസ് ടു എംപ്ലോയ് സ്കാർസ് റിസോഴ്സസ് ഓവർ ടൈം ടു പ്രൊഡ്യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്സ്. അപ്പൊ ഇത് തൊട്ട് മുന്നത്തെ നമ്മൾ പറഞ്ഞ എല്ലാ ഡെഫിനിഷൻസിന്റെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ പോലെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിക്കകത്ത് നമ്മൾ സ്കാഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് നമുക്കറിയാം ഏത് റിസോഴ്സ് എടുത്താൽ അതിനൊരു ലിമിറ്റ് വരെ എന്തേ ഉള്ളൂ, അവൈലബിലിറ്റി ഉള്ളൂ, അത് കഴിഞ്ഞാൽ തീർന്നു പോകും, അല്ലെ. അപ്പൊ ഓവർ ടൈം നമ്മൾ ഈ ഒരു ടൈം കടന്നു പോകുന്ന അനുസരിച്ച് നമ്മൾ ഈ റിസോഴ്സസിനെ എങ്ങനെയാണ് വീണ്ടും ഉൽപ്പാദിപ്പിക്കാനും അത് ആവശ്യമുള്ള ആൾക്കാരിൽ എത്തിക്കാനും വേണ്ടി ചെയ്യുന്ന ആ ഒരു ഹോൾ പ്രോസസ്, അതിനെയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നുണ്ട്. നമ്മുടെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് കുറെ വസ്തുക്കൾ ഉണ്ടാക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കുറെ റിസോഴ്സസ് കളക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് ആവശ്യാനുസരണം ആർക്കാണോ ആവശ്യമുള്ളത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റഡിയാണ് എക്കണോമിക്സ്. അപ്പൊ ഇവിടെ നമുക്ക് ആക്ച്വലി ആലോചിക്കുമ്പോൾ തന്നെ എന്ത് കിട്ടി, ഒരു കംപ്ലീറ്റ് സെൻസ് ഉണ്ട്, അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്, ആസ് പെർ പോൾ സാമുവൽസൺ പറഞ്ഞ ഗ്രോത്ത് ഡെഫിനിഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ്ലി എന്താ പറയുക, എക്കണോമിക്സിന്റെ ഒരു ഫൈനൽ ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ എല്ലാ എലമെന്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഈ റിസോഴ്സസ് ഉണ്ടാക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയും പറയുന്നതിലൂടെ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ റിസോഴ്സസിന്റെ സ്കാഴ്സിറ്റി, അതായത് നമ്മളിവിടെ പ്രൊഡക്ഷൻ പറഞ്ഞു, അല്ലെ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. കാരണം നമുക്കറിയാം ഒരു പോയിന്റിലപ്പുറം ഒരു ഗുഡ് നമുക്ക് ഒരു സാധനങ്ങളും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അത് നമ്മൾ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. റിസോഴ്സിന്റെ സ്കാഴ്സിറ്റിയെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓൾട്ടർനേറ്റീവ് യൂസസ്, പിന്നെന്താണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ എന്തൊക്കെ യൂസ് ആയിട്ട് ചെയ്യാത്ത, ഇത് ഒരു പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന് പല യൂസസ് ഉണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷന് പറഞ്ഞിട്ടുണ്ട്, അഡ്രസ്സിംഗ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. ഒരു ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിസോഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലൈൻ തൊട്ട് ഒരു എൻഡിങ് ലൈൻ വരെയുള്ള എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഈ ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഡൈനമിക് ആൻഡ് കോംപ്രിഹെൻസീവ് ഡെഫിനിഷൻ. അപ്പൊ നമ്മുടെ ഇതുവരെ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻസിൽ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യവും കൺസോൾഡേറ്റ് ചെയ്ത് പറയുന്ന ഡെഫിനിഷനാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഓക്കെ, സോ ഇതാണ് എക്കണോമിക്സിന്റെ മേജർ ആയിട്ടുള്ള 4 ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? വെൽത്ത്, വെൽഫെയർ, പിന്നെ സ്കാർസിറ്റി ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. അപ്പൊ മെയിൻ ആയിട്ട് ഓരോന്നിലും ആ ഒരു കീ വേർഡ് നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പൊ സ്കാർസിറ്റിയിലാണെങ്കിൽ സ്കാർസ് റിസോഴ്സസ്, വെൽത്തിലാണെങ്കിൽ വെൽത്ത്, വെൽത്ത് ആ ഒരു ടേം ആയിരിക്കും കൊടുത്തിരിക്കുക. വെൽഫെയർ ആണെങ്കിൽ ഇവിടെ വെൽഫെയർ എന്ന ടേം ഉണ്ടാവും. പിന്നെ അത് കണ്ടുപിടിച്ച ആരാണോ, ആ ഡെഫിനിഷൻ തന്നത് ആരാണോ എന്നുള്ളതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്താൽ മാത്രം മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അത്രേ ചോദിക്കാൻ ഇവിടെ നിന്ന് ചാൻസ് ഉള്ളൂ. ഓക്കെ, ഇനി നമ്മള് ഈ എക്കണോമിക്സിന് എങ്ങനെയാണ് അഗ്രികൾച്ചറിലായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതില് നമ്മളിപ്പോ എക്കണോമിക്സിൽ എന്താ പറഞ്ഞത്, കുറെ പ്രോഡക്ട്സ് ഉണ്ട്, കുറെ റിസോഴ്സസ് ഉണ്ട്. അതിൽ നമ്മൾ കുറെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ആവശ്യമുള്ള ആൾക്കാരിൽ എത്തിക്കുന്നു, വിൽക്കുന്നു, വാങ്ങുന്നു. ആ ഒരു വാങ്ങലും വിൽപ്പനയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ഹ്യൂമൻ ബിഹേവിയർ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാമാണ് നമ്മൾ എക്കണോമിക്സിൽ പറയുന്നത്. അപ്പൊ അത് അഗ്രികൾച്ചറിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? അവിടെ എന്തുണ്ട്? പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ എക്കണോമിക്സ് നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സിന്റെയും കൺസ്യൂമേഴ്സിന്റെയും ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് വെച്ചിട്ട് മനസ്സിലാക്കുന്നു. അതായത് എക്കണോമിക്സ് എന്ന രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു എക്കണോമി, ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മൾ എത്ര ഇനി ഉണ്ടാക്കണം, ഓരോ ആൾക്കാരിൽ എത്ര എത്തിക്കണം എന്നൊക്കെ ഉള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ധാരണ നമുക്ക് എന്ത് കിട്ടും? ഈ എക്കണോമിക്സിന്റെ സ്റ്റഡിയിലൂടെ കിട്ടും. അപ്പോൾ ആ എക്കണോമിക്സ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫാർമേഴ്സും ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ കൺസ്യൂമർ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അഗ്രികൾച്ചറിനെയും എക്കണോമിക്സിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു എക്കണോമിക്സ് പഠിച്ചതിലൂടെ നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക? ഫാമേഴ്സിന്റെ പ്രോഫിറ്റ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അതായത് ഫാമേഴ്സ് ആണ് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെ? അഗ്രികൾച്ചറിൽ മെയിൻ ആയിട്ട് വരുന്ന എന്താണ്? കർഷകർ എന്ത് ചെയ്യുന്നു? ക്രോപ്സ് കൾട്ടിവേഷൻ ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് അവർക്ക് മാക്സിമം ആയിട്ടുള്ള ലാഭം ഉണ്ടാക്കണം. അതാണ് പ്രൊഡ്യൂസറിന്റെ രീതിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. ബൈ എഫിഷ്യന്റ്ലി യൂട്ടിലൈസിംഗ് ദ സ്കാർസ് റിസോഴ്സസ് ദാറ്റ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ്, അതായത് ഇപ്പം ഫാർമേഴ്സിന്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാൻ നിലം വേണം, പിന്നെ വെള്ളം വേണം, പിന്നെ അതിനാവശ്യമുള്ള വളങ്ങളും പിന്നെ ചെടികളുടെ വിത്തുകളും തൈകളും ഒക്കെ വേണം. അതൊക്കെയാണ് മെയിൻ ആയിട്ട് കൃഷിക്കാർക്ക് വേണ്ടുന്നുള്ള റിസോഴ്സസ്. അപ്പൊ അതൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷെ അതിനെ നമ്മൾ എത്ര നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതേ രീതിയിൽ തന്നെ നമുക്ക് കൺസ്യൂമറിന്റെ രീതിയിൽ നോക്കാം. അതായത് ഇപ്പൊ അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, പ്രൊഡ്യൂസറിന് പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇത്രയും ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം. പക്ഷെ അതേസമയം ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ അത് തന്നെ ഈ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെ? ഇത് ഇപ്പൊ നമ്മളൊരു നെൽകൃഷി ചെയ്തു, ആ നെല്ലും ആൾക്കാരിലേക്ക് എത്തുക, അവരാണ് കൺസ്യൂമർ. ആ കൺസ്യൂമർ എന്നുള്ള മാർക്കറ്റിലുള്ള ബാക്കിയുള്ള ആൾക്കാർ മാത്രമല്ല, ഇവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരും എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യണം? നല്ല ആഹാരം അവർ ഭക്ഷിക്കണം എന്നൊരിതുണ്ട്, അല്ലെ? അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അതിൽ നിന്ന്. അപ്പൊ കൺസ്യൂമറിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു റിലേഷൻ, പ്രൊഡ്യൂസറിന്റെ പ്രോഫിറ്റും കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷനും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനാണ് നമുക്ക് എക്കണോമിക്സ് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എക്കണോമിക്സ് മനസ്സിലാക്കിയ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് അവർക്ക് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആ ഒരു ലിമിറ്റഡ് റിസോഴ്സസിൽ, അതായത് ലിമിറ്റഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇങ്ങനെ 4 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് എന്ത് വേണ്ടത്? കൃഷിയിൽ വരുന്നത്, പ്രൊഡക്ഷനിൽ. അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ നിന്നല്ല, ഏത് പ്രൊഡക്ഷനാണ്, എന്തൊരു വസ്തുവിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഫസ്റ്റ് വേണ്ടത് ലാൻഡ് വേണം, പിന്നെ എന്താണ്? ലേബർ, അത് ചെയ്യാനുള്ള ആൾക്കാർ വേണം, പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതിന് മണി ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം, അത് ക്യാപിറ്റൽ വേണം, പിന്നെ ഓർഗനൈസേഷൻ വേണം. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ റിസോഴ്സ്. ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ റിസോഴ്സ്. ഇതിന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സിന്റെ പ്രോഫിറ്റ് എത്തിക്കുക, കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനെ കൺസിഡർ ചെയ്യുക. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ എക്കണോമിക്സിന് അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്ന ഒരു കാര്യം, ടു മീറ്റ് ബോത്ത് പ്രോഫിറ്റ് ആൻഡ്
ഫാമിലി വെൽഫെയർ ഗോൾസ്. പ്രോഫിറ്റിനും വെൽഫെയറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എക്കണോമിക്സിനെ അഗ്രികൾച്ചറിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് അതിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ അഗ്രികൾച്ചറിൽ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് കുറെ പോളിസീസ് ഉണ്ടാക്കാൻ പറ്റും. പോളിസീസ് ഉണ്ടാക്കുന്നതിൽ അതായത് ഇപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഈൽഡ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കർഷകർക്ക് അവിടെ എന്തൊക്കെ കുറവുണ്ടോ അതിന് വേണ്ടിയിട്ട് ആരൊക്കെ ഇപ്പം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന ഇന്ന ഹെൽപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ കുറച്ച് പോളിസീസ് ഒക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ അവിടുത്തെ സ്ഥിതി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ പ്രൊഡ്യൂസറിന്റെ അവസ്ഥയും അവർ അവിടെ നിന്ന് അവർ ചെയ്യുന്ന രീതിയിൽ അവർ കൺസ്യൂമറിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഗ്രോത്തിന്റെ അവരുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോളിസീസ് നമുക്ക് ഷേപ്പ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്കണോമിക് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് എക്കണോമിക്സിനെ അവിടെ കൊണ്ടുവരുന്നത്, പ്രൊഡ്യൂസർ കൺസ്യൂമർ എന്ന കൺസെപ്റ്റ് അഗ്രികൾച്ചറിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇനി നമുക്ക് കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഈ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതില് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഇപ്പം അതിപ്പോ ഞാനിപ്പോ കുറച്ച് ടേംസ് പറയും. അപ്പൊ ആ ടേംസ് ഇപ്പം ഡെഫിനിഷൻ പോലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എക്സാമ്പിൾസ് തന്നിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടാവുന്ന ചാൻസ് ആണ്. ഓക്കെ, എന്ന പറ്റുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ എക്കണോമിക്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞ ഡെഫിനിഷനിൽ ഉള്ള കാര്യമാണ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് എന്താണ്, നമുക്ക് തൊട്ട് നോക്കാൻ അല്ലെങ്കിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു വസ്തുവും ദാറ്റ് വി ക്യാൻ ഫീൽ, നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിന് ടാൻജിബിൾ എന്ന മീനിങ് ആണ്, നമുക്ക് ടച്ച് ചെയ്തൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് ടാൻജിബിൾ എന്ന് പറയുന്നത്. അപ്പൊ ടാൻജിബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ദാറ്റ് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്, നമ്മൾ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടാൻജിബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസ്, അതായത് തൊട്ട് നോക്കാൻ പറ്റുന്ന കമ്മോഡിറ്റീസിനാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റൈസ്, ബുക്സ്, ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് പറയാം, നമുക്ക് ഗുഡ്സ് എന്ന് പറയാം. ഇനി സർവീസസ് എന്താണ്, നമുക്കങ്ങനെ ഒരു മനുഷ്യന്റെ ആവശ്യത്തിന് നിറവേറ്റുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ നമുക്ക് ഇതിനെ തൊട്ട് പോകാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതിനെ തൊട്ട് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല, ഇൻടാൻജിബിൾ ആണ്, പക്ഷെ നമ്മുടെ ഹ്യൂമൻസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സർവീസസ് ഓഫ് എ ടീച്ചർ ഓർ എഞ്ചിനീയർ. ഇപ്പൊ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ നിങ്ങളുടെ ഒരു ആവശ്യം അവിടെ നിറവേറുന്നുണ്ട്, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കി തരുന്നു എന്നുള്ളത്, അതൊരു സർവീസ് ആണ്, പക്ഷെ നമുക്ക് അത് തൊട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലെ. പക്ഷെ അതേസമയം ഇപ്പൊ നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഒരു ഫുഡ് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് നിങ്ങൾക്ക് തൊട്ട് നോക്കാനായിട്ട് പറ്റും അല്ലെ. അതാണ് വ്യത്യാസം ഗുഡ്സും സർവീസസും, ടാൻജിബിൾ ഇൻടാൻജിബിൾ എന്ന രീതിയിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഗുഡ്സിനെ തന്നെ നമ്മൾ കുറച്ച് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഈ ഇവിടെ പറഞ്ഞ ഈ ഗുഡ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ഫ്രീ ഗുഡ് എന്നും എക്കണോമിക് ഗുഡ് എന്നും. ഫ്രീ ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റീസിൽ അവൈലബിൾ ആയിട്ട് ഉള്ള സാധനങ്ങളായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീ ഗുഡ് എന്ന് പറയാം. നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്, ഫുള്ളി അവൈലബിൾ ഫോർ ഫ്രീ. എക്സാമ്പിൾ എയർ, നമ്മൾ വായു പൈസ കൊടുത്തൊന്നും മേടിക്കുന്നില്ല അല്ലെ. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഫ്രീ ഗുഡ് എന്ന് വിളിക്കുന്നു. ഇനി എക്കണോമിക് ഗുഡ് എന്ന് പറയുമ്പോഴോ അങ്ങനെയല്ല, എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് പൈസ കൊടുത്താലേ അത് കിട്ടുള്ളൂ എന്നുള്ള ഒരു വസ്തുവാണെങ്കിൽ നമ്മൾ അതിനെ എക്കണോമിക് ഗുഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഫ്രീ ഗുഡും എക്കണോമിക് ഗുഡിന്റെയും വ്യത്യാസം മനസ്സിലാക്കുക. അടുത്ത് വരുന്ന വീണ്ടും കുറച്ച് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് കൺസ്യൂമർ ഗുഡും പ്രൊഡ്യൂസർ ഗുഡും. കൺസ്യൂമർ ഗുഡ് എന്ന് പറയുന്നത് ഗുഡ്സ് ദാറ്റ് ഡയറക്ട്ലി സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. ഇവിടുത്തെ കീവേഡ് ഡയറക്ട്ലി സാറ്റിസ്ഫൈ ആണ്. അതായത് നമ്മൾ ആ ഒരു ഗുഡ്സ് മേടിച്ച് ആ ഒരു വസ്തു മേടിച്ചതിലൂടെ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഒരു ആവശ്യം നിറവേറുവാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ട് റൈസ്, നമുക്കിപ്പോ ഫുഡ് വെച്ച് കഴിക്കണം. അതിപ്പം അരി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആവശ്യം നിറവേറി അല്ലേ. നമുക്കിനി ഫുഡ് വെച്ച് കഴിച്ചാൽ മതി, നമ്മുടെ ആ ഒരു ഫുഡ് എന്നൊരു നെസസിറ്റിയെ കവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റൈസ് എന്ന് പറയുന്നത്. ഇനി പെന്ന്, നമുക്കിപ്പോ പഠിക്കുന്നു, ഇപ്പൊ നമുക്ക് എഴുതാനായിട്ട് പേനയില്ല, പേന വാങ്ങിച്ചാൽ ഉടനെ നമ്മുടെ ആവശ്യം അവിടെ നിറവേറി കഴിഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഉടനെ തന്നെ നമ്മളത് മേടിച്ചാൽ ഉടനെ തന്നെ നമ്മുടെ ആ ഒരു ആവശ്യം നിറവേറുന്ന ഒരു വസ്തു ആണെങ്കിൽ അതിന് കൺസ്യൂമർ ഗുഡ് എന്ന് പറയും. ഇനി പ്രൊഡ്യൂസർ ഗുഡ് എന്താണ്, ഗുഡ്സ് യൂസ് ടു പ്രൊഡ്യൂസ് അതർ കമോഡിറ്റീസ് ആൻഡ് ഡു നോട്ട് സാറ്റിസ്ഫൈ വാണ്ട് ഡയറക്ട്ലി. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ആ ഒരു വസ്തുവിനെ മേടിച്ചത് കൊണ്ട് നമ്മുടെ ആവശ്യം നിറവേറുന്നില്ല, പക്ഷെ അത് നമ്മുടെ ആവശ്യം നിറവേറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള ട്രാക്ടേഴ്സും ത്രഷേഴ്സും. ഇതെന്ന് പറഞ്ഞാൽ ട്രാക്ടറും ത്രഷറും ഒക്കെ നമ്മൾ എന്താണ് ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ അവിടെ എന്താണ് കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താ,
കൃഷി ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കണം ഒരു വസ്തു. ഇപ്പൊ റൈസ് ആണെങ്കിൽ റൈസ്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ്. അപ്പൊ അത് ഡയറക്റ്റ് നമ്മൾ ട്രാക്ടർ മേടിച്ചു എന്നും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുമോ, കിട്ടുമോ? ഇല്ല, വെജിറ്റബിൾസ് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ആ കൃഷി ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് അല്ലെ. കാരണം ട്രാക്ടർ വെച്ച് നിലമൊക്കെ നല്ല ഉഴുതു മറിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോ എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ആവശ്യം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിറവേറുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്ത് വേറെയും കുറച്ച് ഇതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി അവസാനം എന്ത് കിട്ടും, നമ്മുടെ ആവശ്യമുള്ള ആ ഒരു വസ്തു റിസൾട്ട് ആയിട്ട് കിട്ടും. അപ്പൊ ഡയറക്റ്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആവശ്യം നിറവേറി കഴിയും അല്ലേ. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിനാണ് പ്രൊഡ്യൂസർ ഗുഡ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമർ ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കൺസ്യൂം ചെയ്ത് വാങ്ങിച്ച ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അതുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഒരു ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് രീതിയിലാണ് കൺസ്യൂമർ ഗുഡ്സ് എത്തുന്നത്. പ്രൊഡ്യൂസർ ഗുഡ് പക്ഷെ അങ്ങനെയല്ല. അതിൽ നിന്ന് നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, പ്രൊഡ്യൂസ് ചെയ്തെടുക്കണം. ഓക്കെ, ആണ് കൺസ്യൂമർ ഗുഡും പ്രൊഡ്യൂസർ ഗുഡും. ഇനി അടുത്ത് വരുന്നത് പെരിഷബിൾ ഗുഡും ഡ്യൂറബിൾ ഗുഡ്സും ആണ്. പെരിഷബിൾ ഗുഡും ഡ്യൂറബിൾ ഗുഡും. പെരിഷബിൾ എന്ന വാക്കിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയെങ്കിൽ എളുപ്പമാണ്. പെരിഷബിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേടുവന്ന് പോകുന്ന എന്നാണ്. അപ്പൊ പെരിഷബിൾ ഗുഡ്സ് എന്താണ്, പെട്ടെന്ന് കേടുവന്ന് പോകുന്ന വസ്തുക്കളാണ് പെരിഷബിൾ ഗുഡ്സ്. എക്സാമ്പിൾ പറഞ്ഞപ്പോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അതെന്ത് ചെയ്യും, നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്താൽ പോലും ഒരു പരിധി ഉണ്ട് അല്ലെ, ഫ്രഷ് ആയിട്ടിരിക്കുന്നത്, പെട്ടെന്ന് കേടുവന്നു, അതാണ് പെരിഷബിൾ ഗുഡ്. പക്ഷെ ഡ്യൂറബിൾ ഗുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യില്ല, കേടുവന്ന് പോകത്തില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ബുക്സ് മേടിച്ചു, അതെന്ത് ഒത്തിരി കാലം ഇരിക്കും അല്ലെ. അത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യാതെ ഇരുന്ന് ലാസ്റ്റ് എന്ത് ചെയ്യും, വല്ല ചെതലൊക്കെ പിടിച്ചു അത് കേടുവന്ന് പോകുന്നെങ്കിലേ ഉള്ളൂ അല്ലെ. അപ്പം അങ്ങനെ പെട്ടെന്ന് അത് ഡീക്കേ ആയി പോകത്തില്ല, കേടുവന്ന് നശിച്ചു പോകത്തില്ല. ഇപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ഫർണിച്ചർ, നമ്മളെ വീടുകള്, അതൊക്കെ എന്താണ്, ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ്. അതൊക്കെ എന്ത് ചെയ്യും, കുറെ കാലം നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഇപ്പൊ ഗുഡ്സിന്റെ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഗുഡ്സും സർവീസസും പറഞ്ഞു, ടൈപ്സ് ഓഫ് ഗുഡ്സും പറഞ്ഞു. ഇനി നമുക്ക് രണ്ട് ടേംസ് ഉള്ളത് വെൽത്ത് ആൻഡ് ഇൻകമും റിയൽ ഇൻകം, ടൈപ്പ് ഓഫ് ഇൻകമും ആണ്. അപ്പൊ വെൽത്ത് ആൻഡ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ വെൽത്ത് എന്താണ്, എക്കണോമിക് ഗുഡ്സ് ദാറ്റ് ആർ മെറ്റീരിയൽ ആൻഡ് ട്രാൻസ്ഫറബിൾ ലൈക്ക് അസറ്റ്, ലാൻഡ്, ബിൽഡിങ്സ്. അപ്പൊ നമുക്ക് ഒരു മെറ്റീരിയൽ ആണത്, മെറ്റീരിയലിസ്റ്റിക്, നമ്മൾ സർവീസ് അല്ല. എന്താണ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് തൊട്ട് നോക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് നല്ല മെറ്റീരിയൽ ആണ്, നമുക്ക് തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തു തന്നെയായിരിക്കും. അതിന് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യം വേറൊരാൾക്ക് വേണമെങ്കിൽ കൈമാറി കൊടുക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ്. അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം, വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എക്കണോമിക് ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞല്ലേ, എക്കണോമിക് ഗുഡ് എന്താണ്, അതിനൊരു പ്രൈസ് ഉണ്ട്, അല്ലെങ്കിൽ അത് സ്കാഴ്സ് ആണ്, അത് ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ നമുക്ക് ഉള്ളൂ. എപ്പോഴെങ്കിലും അത് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്, നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയില്ലെങ്കിൽ അത് തീർന്നു പോകും. പിന്നെ അത് മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈസും കൊടുക്കണം. അതാണ് എക്കണോമിക് ഗുഡ്സ് അല്ലെ. അങ്ങനത്തെ ഗുഡ്സ് എന്താണ്, നമ്മളിപ്പം മേടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ അത് മാറ്റി കൈമാറി കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് വെൽത്ത് അല്ലെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ക്യാഷ് തിരിച്ചെടുക്കാൻ പറ്റുന്ന വസ്തുക്കളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, വെൽത്ത്. അങ്ങനത്തെ ഗുഡ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ക്യാഷിനാണ് നമ്മൾ വെൽത്ത് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അസറ്റ്, ഇപ്പൊ നമ്മള് ഇപ്പം സ്വർണം അല്ലെങ്കിൽ നമ്മുടെ വീട്, ഭൂമിയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്യാരണ്ടി പോലെ വെച്ച് നമുക്ക് അതിൽ നിന്ന് ക്യാഷ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷെ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കടയിൽ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങി, ബേക്കറിയിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് സ്നാക്സ് മേടിച്ചു, അതിനെ കൊണ്ട് അടുത്തൊരാൾക്ക് കൊടുത്താൽ അവര് വാങ്ങിയാൽ നമുക്ക് ശരിയാണ് ചിലപ്പോൾ പൈസ തരുമായിരിക്കും. പക്ഷെ അതൊരു വെൽത്ത് ജനറേറ്റിംഗ്, വെൽത്ത് എന്ന് പറഞ്ഞൊരു ബൾക്ക് എമൗണ്ട് ഓഫ് മണിയൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ആ ഗുഡ്സിൽ നിന്ന് കിട്ടില്ല. പക്ഷെ ചില ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ അത് മറ്റൊരാൾക്ക് കൈമാറി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, ക്യാഷിന്റെ ബെനിഫിറ്റ് കിട്ടും. അങ്ങനത്തെ ഉള്ള വസ്തുക്കളാണ് അത്. ആ വസ്തുക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ക്യാഷ് ബേസ്ഡ്, മണി ബേസ്ഡ് ആയിട്ടുള്ള ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വെൽത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇൻകം എന്താണ്, ഈ റെമ്യൂണറേഷൻ ഏൺഡ് ഫ്രം വെൽത്ത് എക്സ്പ്രസ്ഡ് ആസ് ഫ്ലോ ഓവർ ടൈം. അപ്പൊ ആക്ച്വലി അവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞത് ആക്ച്വലി ഇൻകമിന്റെ ഡെഫിനിഷൻ ആണ്. ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞല്ലോ, ഈ കൈമാറി നമുക്ക് തിരിച്ച് അതിൽ നിന്ന് ക്യാഷ് കിട്ടാൻ സാധ്യതയുള്ള വസ്തുക്കൾ, ഗുഡ്സിനെയാണ് ആക്ച്വലി വെൽത്ത് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഓർക്കുക, വെൽത്ത് എന്ന് പറയുമ്പോൾ അത് ഗുഡ്സ് ആണ്. ഓക്കെ, നമ്മുടെ സാമ്പത്തിക ഗുഡ്സ് ആണ്. പക്ഷെ അത് നമ്മൾ ഈക്വലന്റ് ടു ക്യാഷ് ആണ്, അതിനെ നമുക്ക് മാറ്റി കൊടുത്താൽ ക്യാഷ് ആയിട്ട് കിട്ടും. ആ ക്യാഷിനെയാണ് നമ്മൾ ആക്ച്വലി ഇൻകം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ചെറിയൊരു എറർ വന്നതാണ്. ഗുഡ്സിനെ നമ്മൾ നമുക്ക് എങ്ങനെ കൈമാറി നമുക്ക് അതിൽ നിന്ന് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെ നമ്മൾ വെൽത്ത് എന്നും, അതിന് കൈമാറി കിട്ടുന്ന ആ ക്യാഷിന് നമ്മൾ ഇൻകം എന്നും വിളിക്കും. ഓക്കെ, അതാണ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ വെൽത്തും അതിൽ നിന്ന് കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ ക്യാഷിനെയാണ് നമ്മൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഇനി ഇൻകമിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. റിയൽ ഇൻകം ഉണ്ട്, മണി ഇൻകം ഉണ്ട്. റിയൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കമോഡിറ്റീസ്. അതായത് നമ്മൾ ആ ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വസ്തുവിനെ നമ്മൾ വിറ്റിട്ടാണ് നമുക്ക് അതിന് എന്ത് ചെയ്തത്, കുറച്ച് ക്യാഷ് കിട്ടിയത്. അപ്പൊ ആ വസ്തുവിനെ വിറ്റു. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10 bags ഓഫ് പാഡി. അപ്പൊ 10 ചാക്ക് ഞാൻ നെല്ല് അല്ലെങ്കിൽ അരി എന്ത് ചെയ്തു, വിറ്റു. അപ്പോഴെനിക്ക് എത്ര കിട്ടി, ഇത്ര രൂപ കിട്ടി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഇത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ മണിയാണ് അല്ലെ, കാശാണ്. അത് മണി ഇൻകം ആണ്. പക്ഷെ ഞാൻ 10 ചാക്ക് നെല്ല് വിറ്റപ്പോഴാണ് എന്ത് കിട്ടിയത്, ഈ കാശ് കിട്ടില്ല. അപ്പൊ ആ ക്വാണ്ടിറ്റി, ആ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ ഗുഡ്സിന്റെ ആ കൊമോഡിറ്റിയുടെ ടേംസിൽ തന്നെ പറയുമ്പോൾ അതിന് റിയൽ ഇൻകം എന്ന് പറയും. ആക്ച്വൽ എന്ത് സാധനമാണോ നമ്മൾ വിറ്റത്, അല്ലെങ്കിൽ ഏത് സാധനത്തിൽ നിന്നാണ് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്തത്, ആ വസ്തുവിന്റെ ആ ഒരു വസ്തുവിന്റെ ടേംസിൽ പറഞ്ഞാൽ നമ്മൾ റിയൽ ഇൻകം എന്ന് പറയും. അത് പക്ഷെ ആക്ച്വലി നമുക്ക് മണി ആയിട്ട് പറയാൻ പറ്റില്ല, പൈസയല്ല അത്, അത് ആ വസ്തുവാണ്. അതായത് ഞാനിപ്പോ പറഞ്ഞ 10 ചാക്കാരി, അതാണ് നമ്മൾ ഇവിടുത്തെ റിയൽ ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് നമുക്കിപ്പോ ഒരു 2000 രൂപ കിട്ടി, ഇവിടെ പറഞ്ഞപ്പോ 2000 റുപ്പീസ്. ആ സാധനം വിറ്റതിലൂടെ നമുക്ക് കിട്ടിയത് എത്രയാ, 2000 റുപ്പീസ്. അപ്പൊ ആ 2000 റുപ്പീസ് ആണ് നമ്മൾ മണി ഇൻകം എന്ന് പറയുന്നത്. മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ മണി ഇൻകം എന്നും, കമോഡിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ റിയൽ ഇൻകം എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് കുറച്ച് ടേംസ് ആയിട്ടുള്ള. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കുക കേട്ടോ. ജസ്റ്റ് കേട്ടോണ്ട് മാത്രം ഇരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ചോദിക്കുക. മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അതോ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ ആണ് മാം. ഓക്കെ ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഇനി കുറച്ച് കാര്യങ്ങൾ കൊണ്ടുണ്ട്. ഈ കൺസ്യൂമർ ബിഹേവിയർ, ഒന്ന് രണ്ട് ലോസും കൂടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് എക്കണോമിക്സിന്റെ ആ ഒരു ബേസിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ പോകാം, സോ ദെൻ നമുക്ക് ആ ഒരു കൺസെപ്റ്റുകൾ പെട്ടെന്ന് തീർക്കാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇനി നോക്കേണ്ട തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇപ്പൊ നമുക്ക് പ്രൊഡ്യൂസറും കൺസ്യൂമറിനെ അറിയാലേ. പ്രൊഡ്യൂസർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു റിസോഴ്സിൽ നിന്നും എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് പ്രൊഡ്യൂസർ. അത് കൺസ്യൂം ചെയ്യുന്ന ആളാണ്, പ്രോഡക്റ്റിന് കൺസ്യൂം ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന്, അല്ലെങ്കിൽ അത് മേടിച്ച് ഉപയോഗിക്കുന്ന ആളാണ് കൺസ്യൂമർ പറയുന്നത്. അപ്പോൾ കൺസ്യൂമറിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണം, നിങ്ങളെ തന്നെ ആ സ്ഥാനത്ത് നിർത്തിയിട്ട് നോക്കാം. എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുന്ന ആ കൺസ്യൂമർ എന്ന നിലയ്ക്ക് ആ ഒരു ആളുടെ ബിഹേവിയറിനെ, കൺസ്യൂമേഴ്സിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ജസ്റ്റ് ഒരു കൺസെപ്റ്റും ഉണ്ട്, പിന്നെ നമുക്ക് കുറച്ച് ടേംസ്, വീണ്ടും കുറച്ച് ടേംസ് ആണ് ഇവിടെയും വരുന്നത് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെ നിറവേറാൻ, ആ വോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, നിറവേറാനായിട്ട് ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുക്കും അല്ലെ. ഇപ്പൊ എനിക്കൊരു ഇൻകം സോഴ്സ് വേണം. എന്റെ ഏറ്റവും നല്ല കഴിവ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരിടത്ത് പഠിപ്പിക്കാൻ കയറുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈസി ആയിട്ടുള്ള ഒരു സ്കില്ലിനെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കംഫർട്ടബിൾ ആണ്, എന്റെ ആവശ്യം അവിടെ നിറവേറുന്നുണ്ട് അല്ലെ. അപ്പൊ എന്റെ ആഗ്രഹമാണ് എനിക്ക് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ എന്റെ അവിടെ ആഗ്രഹം നിറവേറുന്നുണ്ട്. അപ്പൊ എന്റെ വോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാനൊരു ഡിസിഷൻ എടുത്തു. എനിക്ക് ചിലപ്പോൾ വേറൊരു ജോലി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്ര ഇൻകം കിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഇൻകം കിട്ടാം, പക്ഷെ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. സോ അങ്ങനെ കുറെ ചോയ്സസ് ഉണ്ട് അല്ലെ നമുക്ക്. അപ്പൊ ഞാൻ അൾട്ടിമേറ്റ്ലി ഏത് ചോയ്സ് ആണ് എടുക്കുന്നത് അത് എന്നെ ബേസ് ചെയ്തിരിക്കും അല്ലെ. എന്റെ ആവശ്യങ്ങളും എന്റെ ആഗ്രഹങ്ങളും ബേസ് ചെയ്തിരിക്കും. അപ്പൊ ആ കൺസ്യൂമർ എങ്ങനെയാണ്, ഓരോ കൺസ്യൂമർ എങ്ങനെയാണ് ആ ഡിസിഷൻ എടുക്കുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, കൺസ്യൂമേഴ്സ് മേക്ക് ഡിസിഷൻസ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നത്, അവർ ഡിസിഷൻസ് എടുക്കുന്നത്. അതാണ് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്കണോമിക് ചോയ്സസ് ആർ മെയ്ഡ് ഡ്യൂ ടു ലിമിറ്റഡ് റീസോഴ്സസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് ദോസ് റീസോഴ്സസ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം എന്തുകൊണ്ടോ നമുക്ക് ഈ ചോയ്സ് എടുക്കേണ്ടി വരുന്നത്. അതായത് എനിക്കിപ്പോ വെറുതെ റാൻഡം ആയിട്ട് പോയി എന്തും ചെയ്യാം എന്റെ ലൈഫിൽ, പക്ഷെ എനിക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ അങ്ങനെ ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ഇതിനെല്ലാമുള്ള റിസോഴ്സസ് കുറച്ച് കുറവാണ്. അപ്പൊ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ ലിമിറ്റഡ് റിസോഴ്സസിനെ എങ്ങനെ നമ്മൾ ആവശ്യാനുസരണം ഉപയോഗിക്കണം എന്നുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്കണോമിക് ചോയ്സസ്, അതായത് മോണിറ്ററി നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഇൻകം ടേംസിൽ അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഇപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് പറയാനാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കൃഷിക്കാരനുണ്ട്. ഇപ്പൊ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യാം,
അവർ പല കൃഷിയും ചെയ്യാം അല്ലെ. ഇപ്പൊ ഒരു ഫീൽഡിൽ പല വസ്തുക്കൾ, ഇപ്പം ക്രോപ്സ് ആയിട്ട് ഇപ്പൊ റൈസ് നടാം, വെജിറ്റബിൾസ് നടാം, പലതും നടാം. അപ്പം ഈ ഫാർമർ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിൽ ടൊമാറ്റോസിന് കൂടുതൽ എന്തുണ്ട്, ഡിമാൻഡ് ഉണ്ട്, കുക്കുംബറിന് അധികം ഡിമാൻഡ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഓക്കെ അവിടെ ഡിമാൻഡ് കൂടുതലുള്ള സാധനം ഞാൻ നട്ടു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അതാണ് ആ ഒരു ഫാർമറിന്റെ ചിന്താഗതി അല്ലേ. അപ്പൊ എന്താണ്, പുള്ളിക്ക് കാശ് ഉണ്ടാക്കണം. അപ്പൊ പുള്ളിക്ക് അറിയാന്നുള്ള ഒരു കഴിവ് ഉള്ളൊരു കഴിവ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആണ്. അപ്പം പുള്ളി എന്ത് ചെയ്യും, ആ ഫാമർ എന്ത് ചെയ്യും, അവിടുത്തെ ഡിമാൻഡ് മനസ്സിലാക്കി, അവിടുത്തെ ആ ഒരു സിസ്റ്റം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, കൺസ്യൂമറിന് ഇതാണ് വേണ്ടത്, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഉണ്ടാക്കാം. അപ്പൊ എനിക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യും, കൂടുതലായിട്ട് പ്രോഫിറ്റ് കിട്ടും അല്ലെ. അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ അതൊരു ഇതിപ്പോ പ്രൊഡ്യൂസർ ബിഹേവിയർ ആണ് ആക്ച്വലി, പക്ഷെ അത് കൺസ്യൂമറിന്റെ ഒരു ബിഹേവിയറിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അവിടെയും കൺസ്യൂമറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഫോർ എക്സാമ്പിൾ കൺസ്യൂമറിനെ മാത്രം എടുക്കുക, ഇപ്പൊ പ്രൊഡ്യൂസറിനെ പറയുന്നില്ല, കൺസ്യൂമറിനെ മാത്രം എടുക്കുക. ഇപ്പൊ ഞാൻ ആസ് എ പേഴ്സൺ എന്ത് ചെയ്യുന്നു, കുറെ ഇപ്പൊ ഞാൻ ഗോതമ്പ് കൂടുതൽ മേടിക്കുന്ന ആളാണ്. അപ്പം ഈ ഗോതമ്പിന്റെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഹൗസ് ഹോൾഡുകളിലൊക്കെ എന്താ സംഭവിക്കുക, ഇപ്പൊ ഗോതമ്പിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ആ പ്രോഡക്ട്സ് കൂടുതൽ മേടിച്ച് യൂസ് ചെയ്യല്ലേ. അപ്പോ ആ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, പക്ഷെ അതിന് എളുപ്പം ഒരു കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളത് കൂടുതൽ മേടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ. അതും ഒരു കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഇനി അല്ല, ഇപ്പൊ വെജിറ്റബിൾസ്, നല്ല ഫ്രഷ് വെജിറ്റബിൾസ്, ഇപ്പൊ ഓർഗാനിക് വെജിറ്റബിൾസും പെസ്റ്റിസൈഡ് ഇട്ട വെജിറ്റബിൾസും തമ്മിൽ ആൾക്കാർക്ക് വേർതിരിച്ച് കിട്ടുന്നതിലൂടെ താല്പര്യമുണ്ട്. അപ്പൊ ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുന്നുണ്ടെങ്കിൽ പക്ഷെ അതിന് വില ഭയങ്കര കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, പലപ്പോഴും എന്ത് ചെയ്യും, അവരത് വാങ്ങാനായിട്ട് മടിക്കും അല്ലെ. അപ്പൊ അതിന്റെ ഡിമാൻഡ് കുറയും. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ ചിലപ്പോൾ കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയറിന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആ ഒരു കൺസ്യൂമർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് തന്നെ. നമുക്ക് അവിടെ ആവശ്യം എന്തെന്ന് തോന്നുന്നു അതിനനുസരിച്ച് നമ്മളൊരു ഡിസിഷൻ എടുക്കും. അതാണ് കൺസ്യൂമർ ബിഹേവിയർ തിയറി. അല്ലാതെ അതിന് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അവിടെ. പക്ഷെ നമ്മൾ അവിടെ കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്യും. നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ട്, എത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഇൻകം, ആ മാർക്കറ്റിൽ എന്തൊക്കെ നമ്മുടെ ഈ ഒരു ആവശ്യത്തിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പൊ കോഴ്സിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങളുടെ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫായിട്ട് പഠിക്കാൻ നോക്കും. അപ്പൊ അതിന് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് പറ്റിയ ഒരു ഗൈഡോ ബുക്കോ ഒന്നും കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഓക്കെ ആ ഒരു പ്ലാൻ വേണ്ട, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, വേറൊരു ചോയ്സ് എടുക്കും. കാരണം നിങ്ങൾ ഫസ്റ്റ് അധികം പൈസ ചെലവില്ലാതെ ഒരു ചോയ്സ് എടുത്തതാണ് നിങ്ങൾ ബുക്സും ഇത് ഓൺലൈൻ റിസോഴ്സസ് റെഫർ ചെയ്ത് ചെയ്യാന്നുള്ളത്. പക്ഷെ അതെന്ത് ചെയ്യില്ല, വർക്ക്ഔട്ട് ആയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ബാക്കി പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് നോക്കും. അതിൽ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല ക്വാളിറ്റിയിലുള്ളത് ഏതാണോ, അല്ലെങ്കിൽ അടുത്ത് ക്വാളിറ്റി മാത്രമല്ല അതുപോലെ തന്നെ ഇച്ചിരി ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സ് ഏതാണോ, അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, അസസ് ചെയ്യും. അങ്ങനെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഒരു എക്കണോമിക് ചോയ്സ് എടുക്കും അല്ലെ. എക്കണോമിക് ടേംസിൽ നിങ്ങൾ ചോയ്സ് എടുക്കും. നിങ്ങൾക്ക് കിട്ടുന്ന സർവീസ് എങ്ങനെയാണ്, അത് നിങ്ങളുടെ ഇൻകമിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണോ, അങ്ങനെയൊക്കെ നിങ്ങൾ കുറെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കും. അതാണ് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺസ്യൂമർ ബിഹേവിയറിനെ വെച്ച് നമുക്ക് കുറെ ടേംസ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യമുള്ളൂ. പക്ഷെ ഇതിൽ നമുക്ക് കുറച്ച് ടേംസ് വരുന്നുണ്ട്. ആ ടേംസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. MCQസിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇതാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഈ ഡെഫിനിഷന്റെ ടേം എന്താണ്, ആ പേരെന്താണെന്ന് ചോദിക്കാം അല്ലെ. ഇപ്പൊ ഇവിടെ തന്നെ കൺസംഷൻ കൊടുത്തിട്ടുണ്ട്. ഡാഷ് ഈസ് ദ യൂസ് ഓഫ് എക്കണോമിക് ഗുഡ്സ് ഓർ സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അപ്പൊ അവിടെ കൺസംഷൻ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്, അത് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ കൺസംഷൻ ഇവിടെ എന്താണ്, നമ്മളൊരു വസ്തുവിന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നു, അതിനെയാണ് അല്ലെ യൂസ് ഓഫ്. ഇവിടെ ഈ വർക്കാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ എക്കണോമിക് ഗുഡ്സിനെ വാങ്ങുക മാത്രമല്ല അത് യൂസ് ചെയ്യുവാണ്. അപ്പൊ യൂസ് ഓഫ് എക്കണോമിക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ്, ഗുഡ്സ് ആകാം സർവീസസ് ആകാം, നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിനാണ് കൺസംഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ വരും. ഇൻസ്റ്റന്റേനിയസ് കൺസംഷൻ ഉണ്ട്, ഗ്രാജുവൽ കൺസംഷൻ ഉണ്ട്. അതായത് ചില സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉടനെ തന്നെ യൂസ് ചെയ്യും, അതിന്റെ യൂസ് അപ്പോഴത്തന്നെ കഴിയുകയും ചെയ്യും. പക്ഷെ ഗ്രാജുവൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തൊട്ട് യൂസ് ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യും, എപ്പോഴും നിങ്ങൾക്ക് അത് ഫുള്ളി നിങ്ങൾക്ക് അത് കൺസ്യൂം ചെയ്ത് തീർക്കാൻ പറ്റില്ല. ആ വസ്തു ഇങ്ങനെ നശിച്ചു പോകത്തില്ല, നിങ്ങൾക്ക് ലോങ് ടേമിൽ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റന്റേനിയസിൽ പറഞ്ഞു ഫുഡൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഇപ്പം ഫ്രൂട്ട്സ് പെരിഷബിൾ ഗുഡ്സ് ആണ് ഏറ്റവും എക്സാമ്പിൾ. ഇത് പെട്ടെന്ന് കേടുവന്ന് പോകുന്നത് നമ്മൾ ഉടനെ കൺസ്യൂം ചെയ്യും അല്ലേ. അപ്പൊ അതിന് ഉടനെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് തീർക്കും അതിനെ. പക്ഷെ ഗ്രാജുവൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വാങ്ങിച്ചത് കുറെ കാലം അതിനെ പതുക്കെ 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 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കുറെ കാലം നിങ്ങൾ അതിനെ യൂസ് ചെയ്യും. ഇപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫേർണിച്ചർ, പിന്നെ നിങ്ങളുടെ ഇലക്ട്രോണിക് അപ്ലയൻസസ്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ച്
എത്ര കാലം വേണം നമുക്ക് അതിനെ യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എക്കണോമിക് ഗുഡ്സിനെ യൂസ് ചെയ്യാം. ഇവിടുത്തെ കീ വേർഡ് എന്ന് പറയുന്നത് യൂസ് എക്കണോമിക് ഗുഡ്സ് ഓർ സർവീസസ് ആണ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വോൺസ്. ഇതാണ് നമ്മുടെ കീ വേർഡ്സ്. ഓക്കെ, ഇതാണ് കൺസംഷനിൽ. അപ്പൊ കൺസ്യൂമർ ആണല്ലോ കൺസംഷൻ നടത്തുന്നത്. ഇനി ഇവിടെ തന്നെ നമ്മൾ ഈ ഒരു ടേം പറഞ്ഞല്ലേ, കൺസ്യൂമേഴ്സ് മേക്ക് ഡിസിഷൻ ടു സാറ്റിസ്ഫൈ ദിയർ വോൺസ്. ഇതില് ഇവിടെ ഇപ്പൊ നമ്മൾ എക്കണോമിക് ഗുഡ്സും നമ്മൾ സർവീസസും എന്താന്ന് പറഞ്ഞു, പക്ഷെ ഹ്യൂമൻ വോൺസ് ഈ ഒരു വേർഡിലാണ് നമ്മൾ ഇനി കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്യാനായിട്ട് പോകുന്നത്. വോൺസ് എന്താണെന്നുള്ളത്. അപ്പൊ വോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ചുരുക്കി പറയാം, പക്ഷെ അതിന് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നെസസിറ്റീസ് അല്ലെങ്കിൽ നെസസറീസ്, കംഫർട്ട്സ്, ലക്ഷറീസ്. അതായത് നമ്മളിപ്പോ കുറെ വസ്തുക്കൾ മേടിക്കുന്നു, അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അതിനെ നമ്മൾ നെസസറീസിൽ കൂട്ടും. അതായത് നമ്മുടെ എക്സിസ്റ്റൻസിന്, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ലൈഫ് നല്ല എഫിഷ്യന്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണോ അതാണ് നമ്മുടെ നെസസറീസ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുഡ്, ക്ലോത്ത്സ്, നമ്മുടെ ഷൂസ്, ബുക്സ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമാണ് അല്ലെ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എസെൻഷ്യൽ ആണ്. ഓക്കെ, എസെൻഷ്യൽ ആയിട്ട് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങളാണ് നമ്മൾ നെസസറീസ് എന്ന് പറയുന്നത്. അതിന് വീണ്ടും പറഞ്ഞിട്ടുണ്ട് നെസസറീസ് ഫോർ ലൈഫ്. നമുക്ക് ലൈക്ക് അലൈവ് ആയിട്ടിരിക്കാൻ, നമുക്ക് ജീവനോടെ ഇരിക്കാൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, അത് നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയും അല്ലെ. ഇപ്പൊ ഫുഡ്, ഷെൽട്ടർ, പിന്നെ വായു, അതൊക്കെ തന്നെ. പിന്നെ വായു ഒന്നും നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യണ്ട, മേടിക്കണ്ട. വെള്ളമൊന്നും അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ചില സമയങ്ങളിൽ വരാറുണ്ട്, ചില കേസിൽ നമ്മൾ മേടിക്കാറുണ്ട്. ഇപ്പം വീട്ടില് വെള്ളം ഇല്ലാത്ത നമ്മൾ വാട്ടർ കണക്ഷൻ ഒക്കെ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ നെസസിറ്റീസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഫുഡ്, വാട്ടർ, എയർ, ക്ലോത്തിങ് ഒക്കെ വരും. പിന്നെ നെസസറീസ് ഫോർ എഫിഷ്യൻസി. ഇപ്പൊ നമ്മളിപ്പോ സാധാരണ 3 നേരം നമുക്ക് ഫുഡ് വേണം സർവൈവ് ചെയ്യാനായിട്ട്, പക്ഷെ അത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫും ഒരു ബെറ്റർ ക്വാളിറ്റി അല്ലേ. അപ്പൊ എഫിഷ്യന്റ് ആക്കുക, ലൈഫിൽ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെസസറീസ് ഫോർ എഫിഷ്യൻസി എന്ന് പറയും. അപ്പൊ നെസസറീസ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട് അല്ലെ. ലൈഫിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതുണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമുണ്ട്. പിന്നെ കൺവെൻഷണൽ ഉണ്ട്. കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല, പക്ഷെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഫുഡ് ആവശ്യമുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഫുഡിൽ നമുക്ക് ഒരു ടേസ്റ്റിനും നമുക്ക് കുറച്ചൊരു നമ്മുടെ ക്രേവിങ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നേരത്തെ ഫുഡിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിപ്പോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പൊ കോഫി കുടിക്കാം, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, സ്നാക്സ് മേടിച്ചു കഴിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതും ഉണ്ട്. ബട്ട് ജനറലി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡെയിലി ലൈഫിൽ കുറെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളെയാണ്, അത്യാവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളെയാണ് നമ്മൾ എന്ത് നെസസറീസ് എന്ന് വിളിക്കുന്നത്. ഇനി കംഫർട്ട്സ് ഉണ്ട്. കംഫർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വാഷിംഗ് മെഷീൻ നമുക്ക് അലക്കുകല്ലിൽ വെച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യും, ചിലപ്പോൾ അത്ര അതിനുള്ള ഹെൽത്ത് കാണത്തില്ല. അപ്പൊ അതിനൊക്കെ കുറച്ചുകൂടെ കംഫർട്ട് തരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വാഷിംഗ് മെഷീൻ മേടിക്കുന്നു, നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആവുന്നു. പിന്നെ സ്കൂട്ടർ ഇവിടെ പറഞ്ഞിട്ട് വെഹിക്കിൾസ്, നമ്മൾ വീട്ടിൽ ട്രാവൽ കമ്മ്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇടിച്ച് തള്ളിയൊക്കെ പോകേണ്ടി വരും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് പോകാനും പെട്ടെന്നൊക്കെ പോയിട്ട് വരാനുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് വാഹനങ്ങൾ മേടിക്കും. അപ്പൊ അങ്ങനെ എന്താണ്, അതൊരു കംഫർട്ട് ആയിട്ടുള്ള. അപ്പം നമുക്കങ്ങനെ ബെനിഫിറ്റ് ഇല്ല അതിൽ നിന്ന് പ്രത്യേകിച്ച്. ഇങ്ങനെ എന്താ പറയാ, നമുക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ആവശ്യമില്ല, പക്ഷെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടി, ലൈക്ക് മേക്ക് ലൈഫ് പ്ലസന്റ്, കുറച്ചുകൂടെ ഹാപ്പി ആക്കാൻ, നമ്മളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് നമ്മൾ മേടിക്കുന്നത്, കുറച്ചുകൂടെ നമ്മുടെ കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് കംഫർട്ട് ആയിട്ടുള്ള വോൺസ് വരുന്നത്. ഇനി മൂന്നാമത്തെ വോൺസ് എന്ന് പറയുന്നത് ലക്ഷറീസ് ആണ്. ലക്ഷറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ഗുഡ്സ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഗോൾഡ് മേടിക്കുന്നുണ്ട്, ആഭരണങ്ങള്, പിന്നെ എക്സ്പെൻസീവ് ലക്ഷറി കാർസ്, ഐഫോൺ. ഇപ്പൊ എല്ലാവർക്കും ഐഫോൺ വേണമല്ലോ. അതൊക്കെ ആക്ച്വലി ആലോചിച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ലക്ഷറി ഐറ്റം മാത്രമാണ്. ഒരു ചെറിയ ഏജിലുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും എന്ത് ചെയ്യണം, കൂടിയ ഫോൺ വേണം എന്നൊക്കെ പറയും. ആക്ച്വലി അതിന്റെ പേർപ്പസ് എല്ലാ ഫോൺസും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും, കുറച്ച് ഫീച്ചേഴ്സിൽ ചിലപ്പം ബെറ്റർ ആയിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ലക്ഷറി, ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന, മേടിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ ലക്ഷറി ഐറ്റംസ്. അപ്പൊ അതും വോൺസ് ആണ്. ഇത് മനുഷ്യന്റെ ആവശ്യങ്ങളാണ്, പക്ഷെ പല ലെവൽസിലാണ്. ഏറ്റവും ആവശ്യമുള്ളത് കൊണ്ട് എന്നാൽ അത്ര ആവശ്യമില്ല, ബട്ട് ജസ്റ്റ് ഒരു എന്താണ്, നമ്മുടെ ഒരു സ്റ്റേറ്റസ് കാണിക്കാൻ വേണ്ടി മേടിക്കുന്ന സാധനങ്ങളുണ്ട്. സോ അങ്ങനെ നമുക്ക് പല രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ വോൺസ് 3 ടൈപ്പ് ആണെന്നുള്ളത് ഓർക്കുക: നെസസറീസ്, കംഫർട്ട്സ്, ലക്ഷറീസ്.
അപ്പൊ വോൺസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. നമുക്ക് ഇപ്പൊ നമ്മുടെ ലൈഫിൽ കുറെ ആഗ്രഹങ്ങളുണ്ട്. ഒരു സെറ്റ് ഓഫ് ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഇത് വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം, അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. പിന്നെ കോമ്പറ്റേറ്റീവ് ആണ്. ഇപ്പൊ നമുക്ക് ഒരെണ്ണം ഇപ്പൊ നമ്മളെ ലൈഫിൽ എപ്പോഴും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു അത്യാവശ്യം ബേസിക് ആയിട്ട് പോവർട്ടി ലൈനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു ലെവലുണ്ട്. ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരുടെ ഇൻകം കൂടി, അപ്പൊ എന്ത് ചെയ്യും, അവർ അത്രയും കുറഞ്ഞ വസ്തുക്കൾ യൂസ് ചെയ്യില്ല അല്ലെ, പിന്നെ അവരെന്ത് ചെയ്യും, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അത് കോമ്പറ്റേറ്റീവ് ആയിട്ട് നമ്മളെ വോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ച് മാറും, കോമ്പറ്റേറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ അടുത്തുള്ള ആൾക്കാർക്ക് എന്തുണ്ടോ അന്നുള്ള വെച്ച് കമ്പയർ ചെയ്ത് എന്ത് ചെയ്യും, അതിന്റെ ആ ഒരു ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ റെക്കറന്റ് ആണ്. റെക്കറന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഉണ്ടാവും, ഇങ്ങനെ വീണ്ടും 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 ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വോൺസ് എന്ന് പറയുന്ന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ആൻഡ് അത് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, ഹാബിച്വൽ ആവുകയും ചെയ്യും. നമ്മളിങ്ങനെ ഓരോ ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വലി അത്യാവശ്യം മാത്രമല്ല, ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഇത് വേണം അത് വേണം എന്ന രീതിയിൽ ഇങ്ങനെ ഒത്തിരി ഹാബിച്വൽ ആയിട്ട് ഡെയിലി ലൈഫിലേക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. പിന്നെ നമ്മുടെ ഈ കൺസ്യൂമർ ബിഹേവിയറിൽ വരുന്ന ഒരു ടേമാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഈ വോൺസ് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തത് ആ ഒരു പോയിന്റ് ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ദ എമൗണ്ട് ഓഫ് നെസസറീസ്, കംഫർട്ട്സ് ആൻഡ് ലക്ഷറീസ് വൺ ഈസ് അക്കസ്റ്റംഡ് ടു. അതായത് നമുക്ക് എത്ര വോൺസ് ഉണ്ടോ അതിൽ നെസസറീസ് എത്ര, കംഫർട്ട്സ് എത്ര, ലക്ഷറീസ് എത്ര, അത് വെച്ചാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പോവർട്ടി ലൈൻ നല്ല ദാരിദ്ര്യാവസ്ഥയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ബോൺസിൽ എന്താ നെസസറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവർക്ക് കംഫർട്ട് ലക്ഷറി എന്നുള്ള വസ്തുക്കളൊന്നും അവർ മേടിക്കുന്നുണ്ടാവില്ല അല്ലെ. അപ്പോ അത് വെച്ചിട്ട് അവരുടെ ഒരു നമുക്ക് എന്ത് പറയാം, സ്റ്റാറ്റസ് ഓഫ് ലിവിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പം നല്ല വെൽത്ത് ഉള്ള ഒരാൾ എന്ത് ചെയ്യും, അവര് ആവശ്യത്തിനുള്ള വസ്തുക്കൾ മേടിക്കുന്നുണ്ട്, നെസസറിയിൽ തന്നെ ഒരു എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാറുണ്ട്, കൺവെൻഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാറുണ്ട്, കംഫർട്ട് ലക്ഷറി ആവശ്യത്തിന് അതിനനുസരിച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ആ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്തൊക്കെ നെസസറീസ് ഉണ്ട് അല്ലെങ്കിൽ കംഫർട്ട്സ് ഉണ്ട്, ലക്ഷറീസ് ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ പോവർട്ടിയുടെ ബേസിസിലാണ് പറഞ്ഞല്ലേ, അപ്പൊ പണം കൂടുതലുള്ള ആൾക്കാരും കുറവുള്ള ആൾക്കാരും വെച്ചാൽ പറഞ്ഞത്. അപ്പൊ അത് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ റിയൽ ഇൻകം, അവരുടെ ഇൻകത്തിനെ ബേസ് ചെയ്തിരിക്കും. പിന്നെ ഫാമിലി സൈസ്, അവിടെ എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് ബേസ് ചെയ്തിരിക്കും അല്ലെ. ഇപ്പൊ 2 ആൾക്കാരുള്ള ഒരു ഫാമിലിയും ഒരു ജോയിന്റ് ഫാമിലി, ഒരു 10 പേരുള്ള ഫാമിലിയിലും ഈ നെസസിറ്റീസും കംഫർട്ട്സും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ പ്രൈസ് വേരിയേഷൻസ് ഓഫ് കമോഡിറ്റീസ്. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഓരോ കമോഡിറ്റീസ്, ഇവരിപ്പോ ഒരു ഫാമിലിയിൽ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നത്, ഇപ്പൊ അവരുടെ വോൺസ് തന്നെ അത്രയ്ക്ക് എക്സ്ട്രാ വാഗന്റ് ആയിട്ടുള്ള അല്ല, അവർക്ക് അവരുദ്ദേശിക്കുന്ന കമോഡിറ്റീസിന്റെ ഒക്കെ പ്രൈസ് അത്യാവശ്യം കുറവൊക്കെ ഉള്ള സാധനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമുക്ക് ആ ഒരു രീതിയിൽ പറയാം. അപ്പൊ കമോഡിറ്റീസ്, അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ പ്രൈസും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. സോ അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വോൺസ് ആണ്. ഓക്കെ, വോൺസ്, അതായത് നമ്മൾ 3 ടൈപ്പ് ഓഫ് വോൺസും ഇതിൽ വരും എന്നുള്ളത് ഓർക്കുക. ഇനിയാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം യൂട്ടിലിറ്റി. പല എക്സാംസിനും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഈ ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു വസ്തു നമ്മൾ മേടിച്ചു, അത് കൺസ്യൂം ചെയ്തു. കൺസ്യൂമേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ, കൺസംഷൻ ആണ് അല്ലെ. അപ്പൊ അവരൊരു വസ്തു മേടിച്ചു, അതിനെ കൺസ്യൂം ചെയ്തു. ആ കൺസ്യൂം ചെയ്യുന്നതിലൂടെ ഇവർക്ക് എന്ത് ചെയ്യും, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ജനറലി ഒരു മീനിങ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾനെസ് എന്നാണ്. യൂസ്ഫുൾനെസ്, പക്ഷെ യൂസ്ഫുൾനെസ് അല്ല, അത് എത്രത്തോളം നമുക്ക് ഉപയോഗം തരുന്നു എന്നുള്ളതല്ല, അത് നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ടു സാറ്റിസ്ഫൈ എ ഹ്യൂമൻ വാണ്ട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് കുറെ മൂവീസ് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു OTT പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷെ അതിലെന്തില്ല, നല്ല മൂവീസ് ഒന്നും അവർ ഇടാറില്ല. അപ്പൊ ഞാൻ എന്തല്ല, അത്ര സാറ്റിസ്ഫൈഡ് അല്ല ആ കമോഡിറ്റി മേടിച്ചതിലൂടെ. പക്ഷെ അതേസമയം ഞാൻ അപ്പൊ അത് കളഞ്ഞിട്ട് ഞാൻ വേറൊരു പ്ലാറ്റ്ഫോം എടുത്തു, നെറ്റ്ഫ്ലിക്സ് എടുത്തു. അപ്പൊ അതിൽ ഒത്തിരി എനിക്ക് ഇഷ്ടമുള്ള കുറെ ഇത് കിട്ടി, അപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ അങ്ങനെ ഒരു കൊമോഡിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ, അതൊരു ഗുഡ്സ് ആവാം, സർവീസ് ആവാം, എന്തും ആകാം, അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് യൂട്ടിലിറ്റി എന്ന ടേം. അപ്പൊ യൂസ്ഫുൾനെസ് അല്ല, സാറ്റിസ്ഫാക്ഷൻ എന്ന് വേണം നിങ്ങൾ
ആ ഒരു ടേം കേൾക്കുമ്പോഴേ ഓർക്കാൻ. എന്താണ് യൂട്ടിലിറ്റി മീൻസ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇതിലെ കുറച്ച് യൂട്ടിലിറ്റിയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് സബ്ജക്റ്റീവ് ആണ് ആൻഡ് വേരീസ് എമംഗ് ഇൻഡിവിജ്വൽസ്. അത് അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഒരു ആളുടെ ആവശ്യാനുസരണം അവർക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു കൺസംഷൻ, ഒരു ഗുഡ്സോ സർവീസോ അവർ കൺസ്യൂം ചെയ്തു, അതിന് അവർക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇപ്പൊ എന്റെ ആവശ്യം എനിക്ക് ഇപ്പം ഞാനും ഇവിടെ നിങ്ങളെ സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള നിങ്ങളെ തന്നെ അസ്യൂം ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ടുപേരുണ്ട്. അപ്പോ എനിക്കും വിശപ്പുണ്ട്, നിങ്ങൾക്കും വിശപ്പുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഒരു സദ്യ കഴിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, രണ്ടുപേർക്ക് നമുക്ക് സദ്യ കഴിക്കണമെന്ന് തന്നെ തോന്നി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ സ്ഥലത്ത് പോകുന്നു, ഒരേ സദ്യ കഴിക്കുന്നു. പക്ഷെ രണ്ടുപേരും കൺസ്യൂം ചെയ്ത ഒരേ ഗുഡാണ്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അതിലെ കറികളൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്തു, കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. അപ്പം ഡിപ്പെൻസ് ആണ്, സബ്ജക്റ്റ് ആണ്, ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർക്ക് ഒരാൾ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞത് ഡിഫർ ചെയ്യും. ഓരോരുത്തർക്കും പല രീതിയിലാണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ഡെഫിനേഷൻസ് ആണ് അവർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലോ എന്നുള്ളത്. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കറികൾ ഇല്ലായിരുന്നത് കൊണ്ട് എനിക്ക് ആ സദ്യ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികൾ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഓരോ ഇൻഡിവിജ്വൽ. പിന്നെ ഇറ്റ് ഡസന്റ് ഇംപ്ലൈ യൂസ്ഫുൾനെസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും യൂസ്ഫുൾനെസ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ കൺസ്യൂം ചെയ്ത് നമ്മൾ ഹാപ്പിയാണ്, പക്ഷെ ഹാപ്പി ആണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ആക്ച്വലി നല്ല ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽക്കഹോളിക്കിന് മെയിൻ ആയിട്ട് എന്താണ്, അവർക്ക് ലിക്കർ കിട്ടിയാൽ മതി, അവർക്ക് ആൽക്കഹോൾ കൺസ്യൂം ചെയ്താൽ മതി, അവർ ഹാപ്പിയാണ്. പക്ഷെ അത് നല്ലതാണോ? അല്ല. അപ്പൊ അത് ഒരിക്കലും എന്തല്ല, യൂസ്ഫുൾനെസ്സിനെ നമ്മൾ കാണിക്കുന്നില്ല. ഈവൻ ഫുഡ് പറഞ്ഞത് തന്നെ, നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഫുഡല്ല പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡിനൊരു എന്തുണ്ട്, ഹാർംഫുൾനെസ് ഉണ്ട് അല്ലെ, അത് പുറത്ത് കുക്ക് ചെയ്യുന്നതിന്റെ. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ അത് ഹാം ചെയ്യുന്നുണ്ട് അല്ലെ ചില രീതികളിൽ. അപ്പൊ യൂസ്ഫുൾനെസ്സിനെ എപ്പോഴും യൂട്ടിലിറ്റി കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ യൂട്ടിലിറ്റി മീൻസ് സാറ്റിസ്ഫാക്ഷൻ. ഇനി ഈ യൂട്ടിലിറ്റി നമ്മൾ കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒന്നാണ്. വേരിയസ് ഫോംസ് ഓഫ് എക്കണോമിക് യൂട്ടിലിറ്റീസിൽ പറയുമ്പോൾ പ്ലേസ് യൂട്ടിലിറ്റി ഉണ്ട്, ഫോം യൂട്ടിലിറ്റി ഉണ്ട്, ടൈം യൂട്ടിലിറ്റി ഉണ്ട്, പൊസിഷൻ യൂട്ടിലിറ്റി. ആക്ച്വലി നമ്മൾ ടൈപ്സ് ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന 4 എണ്ണം ഇതാണ് കേട്ടോ: പ്ലേസ്, ഫോം, ടൈം, പൊസിഷൻ. പക്ഷെ അത് പോയിട്ട് ഇനിയും വേറെ ഉണ്ട്. ഓക്കെ, സോ അത് പോയിട്ട് നോളജ് യൂട്ടിലിറ്റി ഉണ്ട്, സർവീസ് യൂട്ടിലിറ്റി ഉണ്ട്, പിന്നെ ഇവിടെ ഒരു നാച്ചുറൽ യൂട്ടിലിറ്റി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നൊരു ബ്രീഫ് ആയിട്ട് പറയാം. മേജർ ടൈപ്പ് ആയിട്ട് നമുക്ക് 4 എണ്ണം ഉള്ളത്: ഫോം യൂട്ടിലിറ്റി, പ്ലേസ് യൂട്ടിലിറ്റി, ടൈം യൂട്ടിലിറ്റി, പൊസിഷൻ യൂട്ടിലിറ്റി. അതിൽ ഫസ്റ്റ് ഫോം യൂട്ടിലിറ്റി ആണ് പറയുന്നത്. ഫോം യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ടു സെർവ് ഇറ്റ്സ് കസ്റ്റമർ ബെറ്റർ. ഓക്കെ, നമ്മൾ ആക്ച്വലി ഇവിടെ പറയുന്നുണ്ട് ഈ 4 യൂട്ടിലിറ്റീസ് ഞാൻ അടുത്ത സ്ലൈഡ്സ് വെച്ചിട്ട് പറഞ്ഞുതരാം. ഈ 3 ഇവിടെ പറഞ്ഞിട്ടുള്ള അതർ ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റി ഞാൻ ഇവിടെ പറയാം. ഓക്കെ, സോ ഇവിടെ ഫോം യൂട്ടിലിറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് വെൻ ദ ഫിസിക്കൽ ഫോം ഓഫ് എ കമോഡിറ്റി ഈസ് ചേഞ്ച്ഡ് ടു മേക്ക് ഇറ്റ് മോർ യൂസ്ഫുൾ. അതായത് നമുക്കിപ്പോ ഒരു കമോഡിറ്റി കിട്ടുന്നുണ്ട്, അത് അതിന്റെ റോ ഫോമിൽ നമുക്ക് എത്രത്തോളം അതിന് സാറ്റിസ്ഫാക്ഷൻ, ഇപ്പൊ അത് മേടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അതിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ അതിന്റെ ആ ഒരു ഫോം മാറ്റി കഴിഞ്ഞാൽ കിട്ടും. അതായത് നമുക്ക് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് കോട്ടൺ ആണ്. അപ്പൊ നമുക്ക് റോ ആയിട്ട് നമുക്ക് കോട്ടൺ കിട്ടും. ആ പഞ്ഞി നമുക്ക് ഓക്കെ ശരി, ചെടിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ ഭംഗിയുണ്ട്, നമുക്ക് കയ്യിലെടുക്കാൻ കൊള്ളാം, അങ്ങനെയൊക്കെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ അതിന് നമ്മൾ ക്ലോത്ത് ആക്കി മാറ്റി കഴിഞ്ഞാൽ, ഒരു വസ്ത്രമാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആകും അല്ലേ, നമുക്ക് അത് കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സാധനം. നമുക്ക് ഒരിക്കലും ചെടി ഈ കോട്ടൺ നട്ടുവെച്ചു എന്നും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും നമ്മൾ ആ ഒരു വസ്ത്രം മേടിക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യും, അത് കൂടുതലായിട്ട് കിട്ടും അല്ലെ. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ കോട്ടന്റെ 2 ഫോംസ് ആണ്, അത് റോ ഫോം, ഒന്ന് ക്ലോത്തിന്റെ ഫോമിൽ. അപ്പൊ ഫിസിക്കൽ ഫോം മാറുന്നതിലൂടെ അതിന്റെ ഒരു യൂട്ടിലിറ്റിക്ക് വ്യത്യാസം വരും. ആ വ്യത്യാസമാണ് നമ്മൾ ഫോം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത്. ഫിസിക്കൽ ഫോം മാറുന്നതനുസരിച്ച് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നതിനെയാണ് ഫോം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്ന പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്ഥലത്ത് ആ സാധനം നമ്മളവിടെ വിൽപ്പന നടത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൺസ്യൂമേഴ്സിന് അത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ അതിന് നമ്മൾ വേറൊരു സ്ഥലത്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അതിനെ വിൽക്കുകയാണെങ്കിൽ അവിടുത്തെ കൺസ്യൂമേഴ്സിന് കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ റൈസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലെ റൈസിന് തമിഴ്നാടിനേക്കാളും കേരളത്തിലെ റൈസിന് ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ അവിടെ നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് അരി, ഇപ്പം നമുക്ക് മട്ടയരി, ഇപ്പൊ മട്ടയരി ഒന്നും നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ കാണത്തില്ല. പക്ഷെ അവിടെ കൃഷി ചെയ്തിട്ട് അവിടെ അവർ വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അവിടെ വലുതായിട്ട് ആരും മേടിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് എന്ത് ചെയ്യും,
ഇങ്ങോട്ട് കൊണ്ടുവരും, കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, അതിന് ഡിമാൻഡ് കൂടും അല്ലെ. അപ്പൊ അതിന്റെ അത് ഡിമാൻഡ് കൂടാൻ റീസൺ എന്താ, അത് കേരളത്തിലെ ആൾക്കാർ കൺസ്യൂം ചെയ്യുമ്പോൾ അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ് കുറച്ചുകൂടെ. പക്ഷെ തമിഴ്നാട്ടിലെ ആൾക്കാർക്കാണെങ്കിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, അപ്പൊ അവിടെ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ സ്ഥലം മാറുന്ന അനുസരിച്ച് എന്ത് ചെയ്യാം, ഒരു കമോഡിറ്റിയുടെ യൂട്ടിലിറ്റി, അതിന്റെ സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമറിൽ കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷൻ മാറാം. പിന്നെ പറയുന്നത് ടൈമാണ്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു വസ്തുവിനെ നമ്മൾ കുറെ ടൈം സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്, സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. ഇപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ ആർക്കും കിട്ടില്ല. പക്ഷെ കുറെ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അതിന് കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് വാട്ടറിന്റെ കേസ്. നമുക്കറിയാം മഴക്കാലത്ത് വെള്ളം നമുക്ക് ഉണ്ട്, ലഭ്യമാണ് അല്ലെ. അപ്പൊ നമുക്കിപ്പോ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമല്ലോ. പക്ഷെ ഡ്രൈ പീരീഡിൽ നമുക്ക് വെള്ളം അവൈലബിൾ അല്ലാത്ത സമയം ആരെങ്കിലും വെള്ളം തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഡെയിലി യൂസിനൊക്കെയുള്ള വെള്ളം ആരെങ്കിലും പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് അന്ന് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ടൈം, ത്രൂ ടൈം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നത്തേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് എന്തെന്ന് പറയും, ടൈം യൂട്ടിലിറ്റി. അതിന്റെ സാറ്റിസ്ഫാക്ഷൻ അപ്പോഴും കൂടും. അതിന് നമ്മൾ ടൈം യൂട്ടിലിറ്റി എന്ന് പറയും. ഇനി ലാസ്റ്റ് മേജർ ടൈപ്പാണ് പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ വാല്യൂ എ കൺസ്യൂമർ ഗെയിൻസ് ഫ്രം ഓണിങ് ഓർ ഹാവിംഗ് ആക്സസ് ടു എ പ്രോഡക്റ്റ്. അതായത് ആ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്നതിൽ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം, പക്ഷെ അത് ജനറലി സുലഭമായിട്ട് കിട്ടുന്ന ഒരു വസ്തുവല്ല, പക്ഷെ നമുക്കത് കിട്ടി. അപ്പൊ നമുക്ക് എന്താണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെ, എനിക്ക് ആവശ്യമുണ്ടായിരുന്ന സാധനം എനിക്ക് കിട്ടി. അപ്പൊ അത് പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയും. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഗാർഡൻ എന്ന് പറഞ്ഞ് ഓർഗാനിക് സീഡ്സ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ the possession utility comes from the ability to grow, harvest their own organic produce, enhancing their self-sufficiency and health. അപ്പം ഒരാൾക്ക് സ്വന്തമായിട്ടുള്ള ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം, കൃഷി ചെയ്യണം. അപ്പൊ അവർക്ക് അതിനുള്ള സീഡ്സ് വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തുള്ളൂ, അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അത് കിട്ടാതിരിക്കുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അല്ലേ. അപ്പൊ അങ്ങനെ ഓർഗാനിക് സീഡ്സ് കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് അത് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ അത് നട്ട് കൃഷി ചെയ്ത് അത് അവർ കൺസ്യൂം ചെയ്യുമ്പോൾ അതിന് വേറൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ ഇത് അവർക്ക് കയ്യിൽ അത് കിട്ടുമ്പോൾ തന്നെ, അത് പ്രൊസസ് ചെയ്യുമ്പോൾ തന്നെ, അവർക്ക് അതിനുള്ള ഒരു ആക്സസ് കിട്ടുമ്പോൾ തന്നെ എന്താണ്, ഇവര് ഹാപ്പി ആവും, അവർ സാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ അതാണ് പൊസഷൻ യൂട്ടിലിറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള 4 ടൈപ്പ് യൂട്ടിലിറ്റി: ഫോം, പ്ലേസ്, ടൈം, പൊസഷൻ. പിന്നെ ഇത് പോയിട്ട് കുറച്ച് മൈനർ ടൈപ്പ് ഉണ്ട്: സർവീസ്, നോളജ്, നാച്ചുറൽ. സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും സർവീസ് പ്രൊവൈഡർ മസ്റ്റ് പൊസസ് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഇമ്പോർട്ടന്റ് ടു റെൻഡർ സർവീസ്. അതായത് നമ്മളിപ്പം ഇത് മെയിൻ ആയിട്ടും സർവീസസിന്റെ കേസിലാണ്. നമ്മൾ ഈ മേളിൽ പറഞ്ഞ ഈ പ്ലേസ്, ഫോം, ടൈം, പൊസഷൻ ഒക്കെ ഗുഡ്സിന്റെ കേസിൽ രണ്ടും പറയാം, ഗുഡ്സും സർവീസസും പറയാം. പക്ഷെ ഈ സർവീസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സർവീസസിന് മാത്രം പറയുന്നതാണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നമുക്ക് അറിയാത്തത് കൊണ്ട് വേറൊരാളടുത്ത് നമ്മൾ ചെന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അവർക്കും അറിയത്തില്ല. അപ്പൊ എന്താ, അവർക്ക് എന്തില്ല, അതിനുള്ള സ്കില്ലില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയില്ല. പക്ഷെ നന്നായിട്ട് അറിയാന്നുള്ള ഒരാളാണെങ്കിലോ നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തരും. അപ്പൊ നമ്മൾ അവരുടെ സ്കില്ലിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. അപ്പോ അങ്ങനെ സർവീസ് യൂട്ടിലിറ്റി, നമ്മൾ എന്ത് സർവീസ് ആണോ ആവശ്യപ്പെട്ടു പോകുന്നത് അതിനുള്ള സ്കിൽസ് അവരുടെ ഉള്ളത് കൊണ്ട് അവർ നല്ല രീതിയിൽ ആ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് സർവീസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി നോളജ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓർ സർവീസ് ആകാം. ഓക്കെ, ഇത് നമ്മൾ സർവീസിന്റെ കേസിൽ മാത്രമാണ്. നോളജ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓർ സർവീസ് ഇസ് മോർ യൂസ്ഫുൾ ഇഫ് ദ യൂസർ ഹാസ് ഓൾ ദ ഇൻഫർമേഷൻ ഓൺ ഹൗ ടു യൂസ് ഇറ്റ്. ഇപ്പൊ ഒരു വസ്തു ആകാം, അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് എടുത്തു, നമ്മൾ അത് യൂസ് ചെയ്യാനുള്ള എല്ലാ അറിവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഗാഡ്ജറ്റ് വാങ്ങി, ഒരു പുതിയൊരു ഹൈ ഫങ്ഷണൽ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു. പക്ഷെ അതിൽ എന്ത് ചെയ്യില്ല, അതിലെ ഫീച്ചേഴ്സ് ഒന്നും അറിയത്തില്ല, ഫുള്ളി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അതിന്റെ ഇന്റർഫേസ് ഒന്നും അത്ര സ്യൂട്ടബിൾ അല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അതിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് മനസ്സിലാക്കി പറഞ്ഞു തന്നു ഒരാൾ, ഒരു കസ്റ്റമർ കെയറിലെ ആൾ പറഞ്ഞു തന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം, അത് യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ട് അറിയാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മേടിച്ചതിൽ. അതിനെയാണ് നോളജ് യൂട്ടിലിറ്റി. അത് എന്തുകൊണ്ടാണ് കിട്ടുന്നത്, ആ ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിയതിലൂടെയാണ്. ഓക്കെ, അതാണ് ഒരു നോളജ് യൂട്ടിലിറ്റി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പം എക്സാമിന് പ്രിപ്പയർ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കുറെ പോർഷൻസ് കവർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരാം, ഇനി എനിക്ക് കുറച്ചുകൂടെ പോർഷൻസ് ഇത് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇന്ന പോർഷൻസ് മനസ്സിലായില്ല. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെ പോകണം. അങ്ങനെ നിങ്ങൾ കുറച്ചുകൂടി പ്രൊസീഡ് ചെയ്യും, പഠിക്കും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് നോളജ് യൂട്ടിലിറ്റി. അത് നിങ്ങളുടെ അറിവ് വളരുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ യൂട്ടിലിറ്റി ആണ്. Natural utilities that one can relate with natural products such as water, air.
സിംപ്ലി പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റിലൂടെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് മെയിൻ ആയിട്ട് നാച്ചുറൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വാട്ടർ, നമുക്ക് എന്താണ് ദാഹിച്ചിരിക്കുമ്പോൾ നമുക്ക് വെള്ളം കിട്ടും അല്ലെ. അപ്പൊ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമ്മൾ വളരെയധികം ദാഹിച്ചിരിക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ എയർ, നമുക്കതൊക്കെ നെസസിറ്റീസ് ആണ് ആക്ച്വലി, അതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോ നാച്ചുറലി കിട്ടുന്ന പ്രോഡക്ട്സിന് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെ, അതിലാണ് നമ്മൾ നാച്ചുറൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഇനി ഒന്ന് രണ്ട് ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റീസ് ഉണ്ട് ഇവിടെ. കാർഡിനൽ, ഓർഡിനൽ യൂട്ടിലിറ്റി ഉണ്ട്, പിന്നെ ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോ അത് നമുക്ക് നോക്കാം. ഓക്കെ, ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിൽ നിന്ന് തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ടോട്ടൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അല്ലെ, അതായത് നമ്മളൊരു വസ്തു മേടിച്ചു, ഒരു കമോഡിറ്റി മേടിച്ചു, അതിന്റെ ഇപ്പൊ ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബോക്സ് ഓഫ് ഐസ്ക്രീം മേടിച്ചു, അതിനകത്ത് ഒരു 20 കപ്പ് ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ അതിലെ എല്ലാ യൂണിറ്റ്സും ഞാൻ കഴിച്ചു തീർത്തു, 20 കപ്പ് ഐസ്ക്രീം ഞാൻ കഴിച്ചു തീർത്തു. അപ്പൊ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാൻ മേടിച്ച കമോഡിറ്റി ഞാൻ മൊത്തം കഴിച്ചു തീർത്തു, അതിന് മൊത്തം കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? അത് എല്ലാം നമ്മൾ വേറെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, ആ സാധനം മേടിച്ചു, ഞാൻ ഫുള്ള് കൺസ്യൂം ചെയ്തു, അപ്പൊ എനിക്കൊരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ അഡീഷണൽ എക്സ്ട്രാ കമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു യൂട്ടിലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞു, ഒരു ബോക്സ് ഓഫ് ഐസ്ക്രീം ഞാൻ മേടിച്ചു, എന്നിട്ട് ഞാൻ അതിൽ എന്ത് ചെയ്യുവാണ്, ഓരോന്നോരോന്നായിട്ട് കഴിക്കും. ഞാൻ ആദ്യത്തേത് കഴിച്ചു, ഭയങ്കര സന്തോഷമായി, കുറെ നാളത്തെ ശേഷം ഞാൻ ഐസ്ക്രീം കഴിക്കും, അപ്പൊ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഒരെണ്ണം കൂടെ കഴിക്കണമെന്ന് തോന്നി, അപ്പൊ അടുത്ത ഒരെണ്ണം കൂടെ കഴിച്ചു, അപ്പൊ എനിക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ എന്ത് ചെയ്യുന്നു, എനിക്ക് ആദ്യത്തിനെക്കാളും അടുത്ത കഴിച്ചപ്പോൾ വീണ്ടും കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഒരു കുറച്ച് എമൗണ്ട് എങ്കിലും കൂടുതൽ കിട്ടി അല്ലെ. അത് ആ അഡീഷണൽ വന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി. ഞാൻ ഓരോന്ന് കൺസ്യൂം ചെയ്യുമ്പോഴും എന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനിലെ ലെവലിൽ വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ എത്രയാണ് ഗെയിൻ ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ അതിനൊരു ഇത്ര ടൈംസ് ഔട്ട് ഓഫ് 10 ഞാൻ മാർക്ക് കൊടുക്കണം. ആദ്യത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ എനിക്ക് 10 യൂണിറ്റ്സ് സാറ്റിസ്ഫാക്ഷൻ ആയി. രണ്ടാമത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഹാപ്പിയായി, ഓക്കെ 10 തന്നെ കൊടുത്തു, ഞാൻ ഈക്വലി ഹാപ്പിയാണ്. പക്ഷെ അപ്പോഴത്തേക്ക് എന്റെ വയറ് കുറച്ചൊന്ന് ഫില്ലായി. മൂന്നാമത്തത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഹാപ്പിയാണ്, ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്, എനിക്ക് കഴിച്ചാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ എന്റെ വയറ് കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അത്ര ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, കുറച്ച്, അപ്പൊ ഞാൻ 9 ആയി. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, കൂടിയിട്ടുണ്ട്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴും കൂടി, 9 യൂണിറ്റ്സ് സാറ്റിസ്ഫാക്ഷൻ കൂടി, പക്ഷെ മറ്റത് കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് കുറവാണ് അല്ലെ. അടുത്ത് വീണ്ടും കഴിക്കുമ്പോൾ ഇതൊന്ന് കുറഞ്ഞു വരും അല്ലെ. അപ്പൊ എനിക്ക് അടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് ഒട്ടും പറ്റുന്നില്ല, അപ്പൊ ഞാൻ 5 കൊടുത്തോളൂ. അങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾ ഓർത്ത് വെച്ചാൽ നമ്മൾ ഇനി അടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ യൂണിറ്റ് കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ 1-ന്ന് 2-ല്, 2-ന്ന് 3-ല്, 3-ന്ന് 4-ല്, അങ്ങനെ ഓരോ യൂണിറ്റിലോട്ട് പോകുമ്പോഴും നമ്മൾ എത്ര കൂടി, ഇവിടെ 10 കൂടി, ഇവിടെ 9 കൂടി, ഇവിടെ 4 കൂടി അല്ലെ. അപ്പൊ അങ്ങനെ എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ, എത്ര യൂട്ടിലിറ്റി ആണ് നമ്മുടെ കൂടിയത്, ഓരോ ഇതും അഡീഷണൽ കൺസ്യൂം ചെയ്യുമ്പോൾ, ഓരോ കമോഡിറ്റി അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ എത്രയാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടിയത് എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒരു അഡീഷണൽ ആയിട്ടുള്ള യൂട്ടിലിറ്റിയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അതിനൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. ഈ നമ്മൾ ചേഞ്ച്, ഒരു ചെറിയൊരു ചേഞ്ചിന്, അതായത് ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തത് കൺസ്യൂം ചെയ്തപ്പോൾ 10 യൂണിറ്റ്സ് ഓഫ് യൂട്ടിലിറ്റി എനിക്ക് കൂടി, അവിടെ ആ ഒരു ചേഞ്ച് വന്നു. ആ ചേഞ്ചിന് നമ്മൾ സാധാരണയായിട്ട് മാത്തമാറ്റിക്കലി എന്തൊരു ചേഞ്ച് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പൽ ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചേഞ്ചിന് ഇപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റിയെ ഞാൻ TU എന്നാണ് പറയുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന ചേഞ്ചിന് ഞാൻ ഡെൽറ്റ TU എന്ന് പറയുന്നു. ഇവിടെ ഈ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്, ആ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ആണ്, അതിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെൽറ്റ TU എക്സ് ഡിവൈഡഡ് ബൈ എത്ര ക്വാണ്ടിറ്റി ഞാൻ കൺസ്യൂം ചെയ്തു, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. അതായത് ഞാൻ ഫസ്റ്റ് 10 കഴിച്ചു, ഇപ്പൊ ഒരു പോയിന്റിൽ ഞാൻ എത്ര ഇത് കൺസ്യൂം ചെയ്തു, അടുത്ത് ഞാൻ എത്ര എണ്ണം കൺസ്യൂം ചെയ്തു, ആ ഇടയിൽ വരുന്ന ഒരു ചേഞ്ച് ഡെൽറ്റ QX. അതായത് ഇപ്പൊ എത്ര, ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചു, അടുത്ത് വീണ്ടും ഒരു അഡീഷണൽ ഐസ്ക്രീം കഴിച്ചു, അപ്പൊ ഇവിടെ ചേഞ്ച് എത്ര വന്ന, ഒരു ഐസ്ക്രീമിന്റെ ചേഞ്ച് വന്നു അല്ലെ. അപ്പൊ അതാണ് QX, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂം. ഞാൻ എത്ര പുതിയ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തു, അപ്പൊ എത്ര ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എങ്ങനെ ചേഞ്ച് വന്നു, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാർജിനൽ യൂട്ടിലിറ്റി കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഓവർ
ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഈസ് MU, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഓക്കെ, നമുക്കിത് രണ്ട് ലോസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പോകും. സോ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഇപ്പൊ ഞാൻ ഇപ്പോഴത്തേക്ക് ഞാൻ ക്ലാസ് കുറച്ചൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. നമുക്ക് ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചധികം ടൈം എടുക്കും. എനിക്ക് അത്രയും ടൈം എടുക്കാൻ പറ്റില്ല. സോ ഞാൻ ഇപ്പോഴത്തേക്ക് ഇവിടെ നിർത്തുവാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ലോസിൽ പറഞ്ഞു തുടങ്ങാം. എന്നിട്ട് ബാക്കി പ്രൊഡക്ഷന്റെയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഞാനിപ്പോ പറഞ്ഞ ഏതെങ്കിലും പോയിന്റ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.